ആലോചിച്ചു നോക്കുക. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ തുടക്കവും ഏകത്വമാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ഒടുക്കവും തൗഹീദിലാണ് അവസാനിക്കുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആദ്യത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ പ്രഥമ സൂക്തം നിങ്ങൾ ആവർത്തിച്ച് ഒരു ദിവസം 17 പ്രാവശ്യം പാരായണം ചെയ്യുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആദ്യമായി വിശുദ്ധമായ ഖുർആൻ തുറക്കുമ്പോ സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യത്തെ സൂക്തം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ബിസ്മി ഖുർആന്റെ പ്രവേശികയാണ്. ഖുർആനിലേക്ക് പ്രവേശിക്കാനുള്ള ബിസ്മി ഓതിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ആദ്യത്തെ സൂക്തം ഏതാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആദ്യം ഓതുമ്പോ അല്ലാഹു പറയുന്നു, നീ സ്മരിക്കേണ്ടത് എന്നെ കുറിച്ചിട്ടാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും സർവസ്തുതി വചനങ്ങളും നിനക്കാണ് തമ്പുരാനെ. കാരണം എന്തെന്നറിയുമോ? ഞാൻ നിന്നെ സ്തുതിക്കുന്നത് വെറുതെയല്ല. ഞാൻ നിന്നെ സ്തുതിക്കുന്നത് എന്റെ വെറുതെ ഒരു അധര വ്യായാമമല്ല. എന്തുകൊണ്ടാണ് നിന്നെ ഞാൻ സ്തുതിക്കുന്നതെന്നറിയുമോ? റബ്ബിൽ ആലമീൻ, സർവലോകങ്ങളുടെയും രക്ഷിതാവ് നീയാണ് തമ്പുരാനെ. നീയില്ലാതൊരു രക്ഷിതാവില്ല, നീയല്ലാതൊരു ഖാലിക്കില്ല, നീയല്ലാതൊരു റാസിക്കില്ല, നീയല്ലാതൊരു മാലിക്കില്ല. എല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്ന തമ്പുരാനെ. ഇക്കാണുന്ന അഖില ലോക ബ്രഹ്മാണ്ട കടാകത്തെ മുഴുവനും അല്ലാഹുവേ വെറും 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ച തമ്പുരാനെ. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ 6 അയ്യാം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ പരിമിതമായ 6 ദിവസങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തിനൊരു മേൽക്കൂര പോലെ പരന്ന് പ്രവിശാലമായി കിടക്കുന്ന ഈ ഗഗനലോകത്തെ സൃഷ്ടിച്ച തമ്പുരാൻ. ആ ഗഗനലോകത്തിന്റെ താഴ്ഭാഗത്ത് സർവ്വ മനുഷ്യനും കളിത്തൊട്ടിൽ പോലെ ആടിക്കിടക്കുന്ന ഈ ഭൂമിയെ പരവതാനി പോലെ വിരിച്ച തമ്പുരാൻ. അതിനെ മാത്രമല്ല, വമാ ബൈനഹുമാ, ആകാശഭൂമികളുടെ ഇടയിലുള്ള സർവ്വ വസ്തുക്കളെയും, ആകാശമല്ല ഭൂമിയല്ല, അതിന്റെ ഇടയിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടല്ലോ. ഈ നീലാകാശത്തിൽ തത്തിക്കളിക്കുന്ന ചന്ദ്രഗോളത്തെ, ഈ കാണുന്ന കത്തിജ്വലിക്കുന്ന സൂര്യനെ, നെബൂലകളെ, താരാപഥങ്ങളെ, ഉൽക്കകളെ, ക്ഷീരപഥങ്ങളെ, ഇതിന്റെ ഇടയിലൂടെ പറന്നു പോകുന്ന കൊച്ചു പറവാദികളെ, ഈ മാമരങ്ങളെ, ഈ മാമയിലുകളെ, ഈ മഹാമേരികളെ എല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ച തമ്പുരാൻ. അതിന്റെ ഇടയിലൂടെ കറുകരുത്ത കരിമ്പാറ കെട്ടിന്റെ ഉള്ളിലൂടെ നടന്നു പോകുന്ന കൊച്ചു കട്ടുറുമ്പിനെ, തിരറിയടിക്കുന്ന തിരമാലകളുടെ ഇടയിലൂടെ ഊളിയിട്ട് പോകുന്ന കൊച്ചു പരൽ മത്സ്യങ്ങളെ, ഈ കൈ ചിഹ്നം കളിക്കുന്ന കാട്ടാനകളെ, നിബിഡവനങ്ങളിലൂടെ നടന്നു പോകുന്ന ചിഹ്നം വിളിക്കുന്ന കാട്ടാനകളെ എന്ന് വേണ്ട ആകാശഭൂമിയുടെ ഇടയിലുള്ള സർവ്വതിനെയും, തരുക്കളെയും താരകങ്ങളെയും സർവ്വതിനെയും സൃഷ്ടിച്ച തമ്പുരാനെ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് അല്ലാഹുവേ. എന്റെ ജീവിതത്തിൽ നിന്നെ ഓർക്കാതിരിക്കാൻ കഴിയുമോ? കത്തിജ്വലിച്ചു നിൽക്കുന്ന പട്ടാപ്പകൽ പോലെ ചുറ്റുമൂലമുജുമാ മസ്ജിദിൽ പോയി ളുഹർ നമസ്കാരത്തിന് കൈകെട്ടുമ്പോ മരം കോച്ചുന്ന മാമരങ്ങളുടെ നടുവിൽ മരം കോച്ചുന്ന തണുപ്പത്ത് മഹനീയമായ മനസാന്നിധ്യത്തിന് വേണ്ടി മസ്ജിദിന്റെ നടുവിലോട്ട് കടന്നു ചെന്ന് സുബഹി നമസ്കാരത്തിന് കുളിരുന്ന പകലിൽ കൈകെട്ടി നിൽക്കുമ്പോഴും, വേർത്തൊലിച്ചു നിൽക്കുന്ന സന്ധ്യാസമയത്ത് മഗ്രിബിന് കൈകെട്ടി കിടക്കുമ്പോഴും, കണ്ണുകളിലേക്ക് നിദ്ര തടികി വരുന്ന ഇശായിന്റെ രാത്രി നമസ്കാരത്തിന് കൈകെട്ടുമ്പോഴും അല്ലാഹുവിനോട് ഒരു ദിവസം ആവർത്തിച്ച് പറയുന്ന തൗഹീദിന്റെ മന്ത്രമേതാ? അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ, എന്റെ അടക്കങ്ങളിൽ, എന്റെ അനക്കങ്ങളിൽ, എന്റെ ചേട്ടകളിൽ, എന്റെ നിശ്ചേട്ടകളിൽ, എന്റെ വികാരങ്ങളിൽ, എന്റെ വിചാരങ്ങളിൽ, എന്റെ കിടപ്പുകളിൽ,
എന്റെ ഇരിപ്പുകളിൽ, എന്റെ നിശ്വാസങ്ങളിൽ, എന്റെ ആശ്വാസങ്ങളിൽ, അല്ലാഹുവേ സർവ്വമേഖലകളിലും, അത് എപ്പോഴൊക്കെയാകട്ടെ, എന്റെ വ്യതകളിലാകട്ടെ, എന്റെ ശ്രദ്ധകളിലാകട്ടെ, എന്റെ ആവലാദികളിലാകട്ടെ, എന്റെ വേവലാദികളാകട്ടെ, എന്റെ ആദിയും എന്റെ വ്യാധിയും എന്റെ ആവലാദിയും എന്റെ വേവലാദിയും, എന്റെ വ്യതകളും എന്റെ ശ്രദ്ധകളും എന്റെ വൈഷമ്യങ്ങളും എന്റെ വൈക്ലഭ്യങ്ങളും എന്റെ വൈതരണികളും, അല്ലാഹുവേ എന്റെ സന്തോഷങ്ങളിലും എന്റെ സന്താപങ്ങളിലും എന്റെ സുഖങ്ങളിലും എന്റെ ദുഃഖങ്ങളിലും പടച്ച തമ്പുരാനെ, ഇലാഹായ തമ്പുരാനെ, ഒരു നിമിഷമെങ്കിലും ജീവവായു നഷ്ടപ്പെട്ടു പോയാലും നിന്നെക്കുറിച്ച് മറക്കാൻ കഴിയുമോ? നിന്നെ നിരാകരിക്കാൻ കഴിയുമോ? അല്ലാഹുവിനെ മാറ്റി നിർത്താൻ കഴിയുമോ? ചുണ്ടുകളിലും മനസ്സുകളിലും ഒരേപോലെ തത്തിക്കളിക്കേണ്ട അല്ലാഹുവിന്റെ സ്മരണയാണ് ഏറ്റവും വലിയ തൗഹീദെന്ന് ലോകത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നതാരെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ റബ്ബിനെ ഓർക്കണേ. ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ ആദ്യം റബ്ബിനെ കുറിച്ച് പറയണേ. ആ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയിലെ തൗഹീദിന്റെ മന്ത്രം നമ്മോട് പറയാൻ പഠിപ്പിച്ചിട്ട് സൂറത്തുൽ ബഖറയിലോട്ട് വരുമ്പോൾ പഠിപ്പിക്കുന്നത് എന്താ? അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ രണ്ടാമത്തെ സൂറത്ത് തുടങ്ങുന്നു സൂറത്തുൽ ബഖറ. അലിഫ് ലാം മീം. ഈ മൂന്നക്ഷരത്തിന്റെ അർത്ഥം അല്ലാഹുവേ, അല്ലാഹുവേ നിനക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. ഞാൻ അംഗീകരിക്കുന്ന തമ്പുരാനെ. സഹോദരങ്ങളെ, ഈ അക്ഷരത്തിന് പൂർണ്ണ വ്യാഖ്യാനം പറയാൻ ഇതേവരെ ലോകം കണ്ട പണ്ഡിത പടുക്കൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല. അല്ലാഹു അഅലമു ബിമുറാദിഹി ബിദാലിക. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് റബ്ബിനെ അറിയൂ. ഈ ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കാം, എല്ലാം കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കാം. ജനിതക കോഡിന്റെ രഹസ്യ കോഡ് പോലും ഡാവിഞ്ചിയുടെ ജനിതക കോഡിന്റെ രഹസ്യം കണ്ടുപിടിച്ചേക്കാം. ഡാവിഞ്ചിയുടെ ജനിതക കോഡിന്റെ രഹസ്യം കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടിച്ചപ്പോ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ പറഞ്ഞത് എന്തെന്നറിയുമോ? ആരും കണ്ടുപിടിക്കാത്ത ഡാവിഞ്ചിയുടെ ജനിതക കോഡിന്റെ രഹസ്യം കണ്ടുപിടിച്ചപ്പോ അന്ന് വൈറ്റ് ഹൗസിന്റെ നടുവിലിരുന്നിട്ട് ബിൽ ക്ലിന്റൺ പറഞ്ഞത് എന്തെന്നറിയുമോ? ദൈവത്തിന്റെ രഹസ്യ ഭാഷ പലതും മനുഷ്യൻ കാണാൻ തുടങ്ങി. ദൈവത്തിന്റെ രഹസ്യ ഭാഷ വായിക്കാൻ മനുഷ്യനെ കഴിയാൻ തുടങ്ങി. ഇനി ദൈവം ഒളിപ്പിച്ചു വെച്ച പലതും ഞങ്ങൾ കണ്ടുപിടിക്കുമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇല്ലടാ നിനക്ക് കഴിയില്ല. ഇതിന്റെ വ്യാഖ്യാനം പറയാൻ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഖുർആൻ നിവർത്തിയാല് തൗഹീദിന്റെ മന്ത്രമായുമോ? പിന്നീട് ആല ഇമ്രാൻ വരുമ്പോ, സൂറത്തുൽ നിസാ വരുമ്പോ, സൂറത്തുൽ മായിദ വരുമ്പോ, മായിദ കടന്ന് അഹ്റാഫ് കടന്ന് അൻആം കടന്ന് യൂനുസ് കടന്ന് ഹിജ്ർ കടന്ന് ഇബ്രാഹിം കടന്ന് അങ്കബൂത്ത് കടന്ന് അഹ്സാബ് കടന്ന് കലം കടന്ന് അലക്ക് കടന്ന് 114ാമത്തെ അധ്യായത്തിലെത്തുമ്പോഴും അല്ലാഹുവിന്റെ ഖുർആൻ സമാപിക്കുന്നത് എങ്ങനെയാ? ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിന ശർരിൽ വസ്വാസിൽ ഖന്നാസ്. സർവജനങ്ങളുടെയും റബ്ബിനെ കൊണ്ടിട്ട് നീ കാവലിനെ തോന്നിക്കുന്നു അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇതിനേക്കാളും വലിയ തൗഹീദ് എന്താ ഉള്ളത്? അല്ലാഹുവിന്റെ ഖുർആൻ ആദ്യത്തെ ആയത്തിൽ പഠിപ്പിച്ചു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹനെ പഠിക്കീൻ. ഏറ്റവും അവസാനത്തെ ആയത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാ? കുൽ അഊദു ബിറബ്ബിന്നാസ്. സർവജനങ്ങളുടെയും റബ്ബ്, ഒരാളുടെ മാത്രമല്ല, എല്ലാ ജനങ്ങളുടെയും റബ്ബ്. ഒരു ചെറിയ പറപ്പറപ്പാണ്, ഒന്നുകൂടി ഒന്ന് ശരിയാക്കി ഇരിക്കട്ടെ. നല്ല എക്കോയൊക്കെ വെക്ക്. ഷെയ്ഹുനാന്ന് ഹുന 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 എന്ന് കേൾക്കണം. ആ പിന്നല്ല, ഏതായാലും റാഹത്താണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ യാത്ര ചെയ്തു വന്നുകൊണ്ട് കാറ്റടിച്ചതിൻ്റെ ഒരു പ്രശ്നം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവിടെ എല്ലാവരും കേൾക്കണം, പകലെല്ലാവരും കേൾക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് അല്ലാഹുവിനെ പഠിക്കാൻ ലോകത്ത് ആദ്യമായി നമ്മോട് പറഞ്ഞത്
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്. ഖുർആനിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ, അള്ളാഹുവിന്റെ ഖുർആന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് കേൾക്കുക. ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കീൻ, അത് കുറുക്കും നിങ്ങളെ ഞാനും ഓർക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ അള്ളാഹനെ ഓർക്കുന്നത് ഏതൊക്കെ സമയത്താണ് നമ്മൾ അള്ളാഹനെ ഓർക്കുന്നത്? അള്ളാഹുവിന്റെ തിരിച്ചുള്ള വാഗ്ദാനം എന്താ? നിങ്ങൾ ഓർക്കീൻ, നിങ്ങളെ ഞാൻ ഓർക്കാം. നമുക്ക് വൺ വേ ആണ്. നമ്മൾ എപ്പോഴും പറയണം അള്ളാഹ് എന്റെ കാര്യം ഓർക്കുന്നില്ല. നമ്മൾ അള്ളാഹനെ എത്രത്തോളം ഓർക്കുന്നുണ്ട്? 24 മണിക്കൂറിന്റെ ഉള്ളിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 25 മിനിറ്റ്, അത് തന്നെ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയൊക്കെ വളരെ വിരളമാണ്, നിസ്കാരത്തിലാണെങ്കിൽ പോലും. അള്ളാഹുവിനെ നമ്മൾ ജീവിതത്തിൽ ഓർക്കുന്ന ഏതൊക്കെ ഭാഗങ്ങളിലാ? ഇല്ല. യഥാർത്ഥ തൗഹീദ് അറിയണമെങ്കിൽ ആ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, ചിന്ത എവിടെയൊക്കെ ഉണ്ടാകണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ആകാശമോ ഭൂമിയോ ശാസ്ത്രമോ ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിന്റെ നിത്യജീവിതത്തിൽ നാം അനുഭവിക്കുന്ന കാര്യങ്ങളിൽ അള്ളാഹുവിനെ നാം എങ്ങനെയാണ് സമീപിക്കുന്നത്? അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത എന്താ? നമ്മൾ അള്ളാഹിനെ ഓർക്കുന്നത് എങ്ങനെയാ? ഒരാളെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും അസുഖമൊക്കെ എങ്ങനെയുണ്ട്? എന്തു പറയാനാ എൻ്റെ പൊന്നുസ്താദെ, അസുഖമൊക്കെ വന്നിട്ട് അമൃതയിൽ പോയി ചികിത്സിച്ചു, കുറവില്ല. ചെന്നൈ അപ്പോളോയിൽ പോയി, കുറവില്ല. അമൃതയിൽ വന്നു, കുറവില്ല. അവിടെ നിന്ന് പിന്നെ തിരുവനന്തപുരം കിംസിൽ ചികിത്സിച്ചു, കുറെ പൈസ പോയതല്ലാതെ ഒരു കുറവുമില്ല. അവസാനം എല്ലായിടത്തും ചികിത്സിച്ചു, ഒരു കുറവുമില്ല. ഇപ്പം നാട്ടിലെ ഒരു നാട്ടുവൈദ്യന്റെ ചികിത്സയിലാണ്, അതിനും വലിയ കുറവൊന്നുമില്ല. ഇനിയിപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, ഇനിയുള്ള കാര്യം അള്ളാഹ് നോക്കട്ടെ. നമ്മൾ അള്ളാഹിനെ ഓർക്കുന്ന എപ്പോഴാ? ലോകത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം. അള്ളാഹ് നാട്ടുവൈദ്യം ചികിത്സിച്ചിട്ട് ഒരു ശിഫായും ഇല്ല. ഇനിയിപ്പോൾ എന്തേ ഉള്ളൂ? ഇനിയിപ്പോൾ അള്ളാഹേ ഉള്ളൂ ബാക്കി. എൻ്റെ പൊന്നു സഹോദര, നാട്ടിലെ നാട്ടുവൈദ്യനേക്കാൾ താഴെയാണോ അള്ളാഹ്? അല്ലെ? യഥാർത്ഥത്തിൽ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഒരു രോഗം വന്നാൽ എല്ലാവരും കൈവിട്ട് കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ ചിന്തിക്കും ഇനിയിപ്പോൾ അള്ളാഹിനെ ഏൽപ്പിക്കുക, അള്ളാഹിനോട് പറയാം, അതല്ലാതെ വേറൊരു വഴിയില്ല. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ഒരു സുഖം വരുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ എത്രത്തോളം ചിന്തിക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ ആ സുഖത്തിന് പകരം ഒരു ദുഃഖം വരുമ്പോ ആ ജീവിതത്തിന്റെ സുഖദുഃഖങ്ങളിൽ അള്ളാഹുവിനോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ജീവിതത്തിൽ വല്ലാതെ പരീക്ഷിക്കപ്പെട്ട ഒരു പ്രവാചകന്റെ സംഭവം പറയുന്നു. വിശുദ്ധമായ ഖുർആൻ സൂറത്ത് സ്വാദ് ഒന്ന് നന്നായി കേൾക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറെ അറിയാനുള്ള, നമുക്ക് ഏറെ പഠിക്കാനുള്ള, അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിനെ കുറിച്ച് അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് കേൾക്കുക. ഓവദ്കുർ അബ്ദനാ അയ്യൂബ് ഇദ്നാബാ റബ്ബഹു അന്നീ മസ്സനിയ ശൈത്വാനു ബിനുസുബിൻ വഅദാബ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഓവദ്കുർ അബ്ദനാ അയ്യൂബ്, എന്റെ അടിമയായ അയ്യൂബിനെ നിങ്ങളൊന്ന് സ്മരിക്കുമോ? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം നിങ്ങളൊന്ന് ചിന്തിക്കുമോ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം ഒന്ന് ചിന്തിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകനായ അയ്യൂബ് നബി ആ ജീവിതത്തിലൂടെ ഒന്ന് കടന്നുപോയാൽ നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എത്രത്തോളമാണ്? എവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ചിന്തകൾക്ക് ഭ്രംശം സംഭവിച്ചു പോയത്? അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിൽ എവിടെയാണ് പിഴവ് വന്നു പോയത്? ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ നാട്ടിലെ രാജാവായിരുന്നു അയ്യൂബ് നബി. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹം വാരിക്കോരി കൊടുത്ത പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ നാട്ടുകാരുടെ മുഴുവൻ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി സുന്ദരമായ ജീവിതത്തിന്റെ നടുവിൽ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സുഭിക്ഷതയിൽ കഴിയുകയാണ്. ധാരാളം സമ്പത്ത് കൊടുത്ത് അല്ലാഹു അനുഗ്രഹിച്ച പ്രവാചകനാണ്. ജീവിതത്തിന്റെ എല്ലാ നന്മകളും കൊടുത്ത പ്രവാചകനാണ്. എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു വാരിക്കോരി കൊടുത്ത പ്രവാചകനാണ് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ നാട്ടുകാരുടെ മുഴുവന് കണ്ണിലുണ്ണിയായി മാറിയ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല
അയ്യൂബ് നബിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കൊടുത്തു, ധാരാളം സമ്പത്ത്. ആ നാട്ടുകാരുടെ മുഴുവനും കണ്ണിലുണ്ണിയായ സുന്ദരമായ വീട്ടിൽ താമസിച്ച അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. എന്താ അവിടെ ഒരു പ്രശ്നം? എന്താ അത് കുഴപ്പമില്ല, പോട്ടെ, അവൻ വിട്ടേക്കും. ഹല്ലു സബീലഹു, നിങ്ങൾ ഇങ്ങോട്ട് വരി. ഞാൻ കഴിഞ്ഞ ആഴ്ച റാന്നീര് പോകാന്ന് പറഞ്ഞു. അവന് ലോട്ടറി ഹറാമാണ്. ഒരാളെ എൻ്റെ പൊന്നുസ്താദ് എൻ്റെ വയറ്റി പഴപ്പം മുട്ടിക്കരുത്, എൻ്റെ ലോട്ടറി കച്ചവടക്കാരനാണ്. ഇനിയിപ്പോൾ അയാൾക്ക് വേണ്ടി വാത് പറയാൻ എനിക്ക് പറയാൻ പറ്റും? എന്നാൽ പിന്നെ മോട്ടെ, നിനക്ക് മാത്രം ഹലാലാണെന്ന് പറയാൻ പറ്റുമോ? കഴിയില്ലല്ലോ. ഞാൻ വാത് പറഞ്ഞോണ്ട് എനിക്ക് പരസ്യമായിട്ട് ഒരാൾ സ്റ്റേജിൽ നിന്ന് അറിയണ്ട, എൻ്റെ പൊന്നുസ്താദെ, അയാളൊരു ക്രൈസ്തവ സഹോദരനാണ്. ധാരാളം ആളുകളൊക്കെ കാണാൻ പറഞ്ഞു, ഉസ്താദ് അത് മാത്രം പറയരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഈ മദ്യഭാഗത്ത് നിന്നുണ്ടല്ലോ, പിന്നെ ഭയങ്കര പേടി അള്ളാനെ. അത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ അവൻ റോഡിൽ കൂടെ വന്നാൽ, പള്ളി കണ്ടാൽ അപ്പുറത്ത് കാണുമ്പോഴേ ചെരുപ്പൂരി കൈ പിടിക്കും, മുണ്ടൊക്കെ അഴിച്ച് താഴെ ഇട്ട് അവിടെ അവൻ റുക്കൂയിലേ നടന്നു പോകും. എന്നാൽ അവന് സ്വബോധമുള്ള സമയത്താ പള്ളിയുടെ മുമ്പിൽ കൂടെ നടന്നു പോയാൽ മുണ്ടൊക്കെ അങ്ങ് തട്ടുപൊക്കി കൊടുക്കും. ഇനി പള്ളിയിലെ ഖത്തീബ് എങ്ങാനും അറിയാതെ പൊട്ടിക്കോ എന്നാൽ ഇച്ചിരി കൂടെ പൊക്കി കാണിച്ചു കൊടുക്കും. ഇത് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പേടിയാണ്. അവിടെ എത്തിയാൽ കണ്ടെടുത്ത് കള്ളുകുടീനെ കണ്ടില്ലേ, പള്ളി കണ്ടാൽ ഭയങ്കര ആദരവാണ്. അതൊരു പ്രത്യേക സ്വഭാവമാണ്. ഏതായാലും പോട്ടെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ നന്മകൾ കേൾക്കുന്ന സമൂഹമായി അള്ളാഹു സ്വീകരിക്കട്ടെ. എൻ്റെ സഹോദരങ്ങൾ, നല്ല ഒരു സദസ്സ് അള്ളാഹു വിശുദ്ധമായ ഖുർആൻ അള്ളാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ പറയുന്ന ഖുർആൻ മാത്രമാണ്. ഫി ലൗഹിൽ ഖുർആൻ, ഖുർആന്റെ വെളിച്ചത്തിലൂടെ, ഫി ദിലാലിൽ ഖുർആൻ, ഖുർആന്റെ തണലിലൂടെ നമ്മുടെ നിത്യജീവിതം അത് അള്ളാഹുമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു, നമ്മൾ എത്ര നന്ദിയുള്ളവരാണ് അള്ളാഹുവിനോട്. തൗഹീദ് എന്താണ് എന്ന് നമ്മുടെ നിത്യജീവിതത്തിന്റെ നിതാന്ത വേദനകളുടെ നടുവിൽ ഒരു നെരിപ്പോടായി പായി പോകുന്ന ജീവിതത്തിലൂടെ നടന്നു പോകുമ്പോൾ പലപ്പോഴും അള്ളാഹുവിനോടുള്ള അടിമകളായ നമ്മുടെ സമീപനം എങ്ങനെയാണെന്ന് അയ്യൂബ് നബിയുടെ ജീവിതത്തിലൂടെ പഠിക്കാം. ഖുർആൻ ധാരാളം സംഭവങ്ങൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. അള്ളാഹു ആരോഗ്യം നിലനിർത്തി തരുമാറാകട്ടെ. ഒരു പരിപാടി കഴിഞ്ഞൊരു 120 കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടം വരെ വന്നതിൻ്റെ വിഷമം എനിക്കുണ്ട്. എന്നാൽ നിങ്ങളൊന്ന് നന്നായിട്ട് സഹകരിച്ചാൽ അത് മറികടക്കാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ധാരാളം അനുഗ്രഹങ്ങളുണ്ട്, ധാരാളം സമ്പത്ത് അള്ളാഹു വാരിക്കോരി കൊടുത്തു. നാട്ടുകാരുടെ മുഴുവനും കണ്ണിലുണ്ണിയായിരുന്നു. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. ഇത് കേട്ടിട്ടത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലാണ്. അയ്യൂബ് നബിക്ക് ധാരാളം ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ എനിക്ക് ഒന്നുകൂടി ആകാമെന്ന് പറഞ്ഞ് നാളെ കോഴിക്കോട് ബാസിന്റെ കൈ കാണിക്കരുത്. അത് അന്നത്തെ ശരീഅത്തിന്റെ ആ കാലഘട്ടത്തിന്റെ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അപ്പൊ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയ്യൂബ് നബിക്ക് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നത് കൊണ്ട് ധാരാളം ഭാര്യമാരുണ്ടായതുകൊണ്ട് അയ്യൂബ് നബിക്ക് ധാരാളം മക്കളുണ്ടായിരുന്നു. ധാരാളം മക്കൾ. അള്ളാഹു നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹ്യങ്ങളാക്കി തരട്ടെ. ധാരാളം മക്കളുണ്ടായിരുന്നു. അതൊരു വലിയ അനുഗ്രഹമാണ്. പക്ഷെ നമുക്ക് മക്കൾ വളരെ കുറവാണ്. കാരണം പണ്ടൊക്കെ എല്ലാം പേറായിരുന്നു, ഇപ്പം എല്ലാം കീറാണ്, സിസേറിയൻ. അതുകൊണ്ട് 2 or 3 ഒക്കെ പറ്റുള്ളൂ. ഇതാ ഗവൺമെന്റ് കോളേജിൽ എവിടെ ചേർത്തലയിലാണ്, ഇന്ന് രാവിലെ പത്രത്തിൽ കണ്ടില്ല, ഒരാഴ്ചക്കുള്ളിൽ എത്ര സിസേറിയൻ? ഒരു ദിവസം തന്നെ 11 സിസേറിയൻ. അത് വാശിക്കാണ് അവർ കീറണത്. ഒരു ഡോക്ടർ 2 എണ്ണം ചെയ്ത് ആ സമയം കൊണ്ട് ഞാൻ 3 എണ്ണം ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിന്റെ സാമൂഹ്യ അവസ്ഥ, ഓപ്പറേഷൻ ടേബിളിൽ മലർത്തിക്കിടക്കുന്ന മനുഷ്യജന്മത്തിനോട് പിടിവാശി കാണിക്കുന്ന വിവരമുണ്ടെന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ എന്ത് പറയാനാ? നമ്മൾ കാണുന്നതല്ലേ കശുമാവില് കായ്ച്ചു കിടക്കുന്ന ഈ പെരുവിരലിന്റെ, മനുഷ്യന്റെ പെരുവിരലിന്റെ വലിപ്പമില്ലാത്ത കശുവണ്ടിയുടെ വില പോലും മനുഷ്യനില്ല എന്ന ഒരു വലിയ സത്യത്തിന്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. എൻഡോസൾഫാൻ എന്ന മാരകമായ കീടനാശിനി മനുഷ്യജന്മത്തെ തകർത്തെറിയുമ്പോൾ കാസർഗോഡിലെ കശുമാവിന് വേണ്ടി തളിക്കുന്ന സാധനമാണ് എൻഡോസൾഫാൻ. ആ കശുമാവില് ഈ കശുവണ്ടി കായ്ക്കാൻ വേണ്ടിയാണല്ലോ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ആ കശുവണ്ടിയുടെ വില പോലും മനുഷ്യന് കൽപ്പിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ദുരവസ്ഥയിലല്ലേ നമ്മൾ നിൽക്കുന്നത്. കശുമാവിനാണല്ലോ അവിടെ തളിക്കുന്നത്. ധാരാളം കശുമാവുണ്ട് ഇവിടെ. ഈ സ്ഥലത്തിന്റെ പേരെന്തോ? ചുറ്റുമൂല. 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 അത് ചുറ്റുമൂല ആയിരിക്കും. കശുവണ്ടിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം മനുഷ്യനൊരു വിലയുമില്ല.
സിസേറിന് വേണ്ടി വരുന്ന മാതൃത്വത്തെ കീറിമുറിക്കുന്നു. MBBS വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്ത് കാര്യം? ഒരു മനുഷ്യന് അറിവുണ്ടായാൽ മാത്രം പോരാ, തിരിച്ചറിവും കൂടി ഉണ്ടാവണം. അറിവ് ആർക്കും കിട്ടും, തിരിച്ചറിവ് എല്ലാവർക്കും കിട്ടില്ല. ആ തിരിച്ചറിവുണ്ടാകണമെങ്കിൽ ഇതുപോലെയുള്ള ധാർമ്മികതയുടെ സ്വഭാവം വേണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് ലോകത്തൊന്നും നേടാൻ പറ്റൂല. കാരണം സ്കൂളിൽ പോയി പഠിച്ചാൽ, കോളേജിൽ പഠിച്ചാൽ ഫിസിക്സിന്റെ സാറ് പഠിപ്പിച്ചു തരും E=mc² എന്ന് പറഞ്ഞാൽ ദ്രവ്യ പരിവർത്തനത്തിലൂടെ ഊർജ്ജമുണ്ടാകും. രണ്ട് ദ്രവ്യങ്ങൾ കൂട്ടിച്ചേർത്തതിന് പരിവർത്തനം ഉണ്ടാക്കിയാൽ അതിലൂടെ ഊർജം കിട്ടുമെന്ന് സയൻസിന്റെ പ്രൊഫസർ പഠിപ്പിച്ചു തരും. പക്ഷേ ഊർജം കിട്ടുമെന്ന് വരെ അവർ പഠിപ്പിക്കുകയുള്ളൂ. ആ കിട്ടുന്ന ഊർജം നിന്റെ സഹോദരനെതിരെ ചെലവഴിക്കരുതെന്ന് പറയണമെങ്കിൽ ഈ ആത്മീയത വേണം, ഈ ഖുർആൻ വേണം. ബയോളജി പ്രകാരം സ്വന്തം ഭാര്യയിലുണ്ടാകുന്ന കുഞ്ഞും അന്യന്റെ ഭാര്യയിലുണ്ടാകുന്ന കുഞ്ഞും തമ്മിൽ ജീവശാസ്ത്രപരമായി ഒരു വ്യത്യാസവുമില്ല. പക്ഷെ സ്വന്തം ഭാര്യയിലുണ്ടാകുന്ന കുഞ്ഞ് നന്മയും അടുത്തവന്റെ ഭാര്യയിൽ നമുക്കുണ്ടാകുന്ന കുഞ്ഞ് തിന്മയുമാണെന്ന് പഠിപ്പിക്കണമെങ്കിൽ അതിന് ആത്മീയത വേണം, മതം വേണം, ഖുർആൻ വേണം. E=mc² എന്ന ദ്രവ്യപരിവർത്തന സിദ്ധാന്തത്തിലൂടെയാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിച്ചത് അമേരിക്ക. ആൽബർട്ട് ഐൻസ്റ്റീനാണ് ദ്രവ്യപരിവർത്തന സിദ്ധാന്തം കണ്ടുപിടിച്ചത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും കത്തിക്കരിഞ്ഞു കിടക്കുന്ന ആയിരക്കണക്കിന് മൃതദേഹങ്ങളെ കണ്ടപ്പോ ഞാൻ കണ്ടുപിടിച്ച ഒരു ആശയമാണല്ലോ ഇവരെ കൊന്നതെന്നോർത്തിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ ഹിരോഷിമയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു എന്നാണ്. ദൈവമേ, അടുത്ത ജന്മത്തിൽ ഒരു ചെരുപ്പ് കുത്തിയായി ജനിച്ചാലും എനിക്കിനി ഒരു ശാസ്ത്രജ്ഞനായിട്ട് ജനിക്കണ്ടെന്ന് പൊട്ടിക്കരഞ്ഞു ആൽബർട്ട് ഐൻസ്റ്റീൻ ഹിരോഷിമയിലും നാഗസാക്കിയിലും മനുഷ്യർ വീഴുന്നത് കണ്ടിട്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസം, അറിവുണ്ടായാൽ പോരാ, തിരിച്ചറിവുണ്ടാകണം. ആ തിരിച്ചറിവിന്റെ സദസ്സാണിത്. അള്ളാഹു നമുക്ക് തിരിച്ചറിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ധാരാളം മക്കളും ഉണ്ടായിരുന്നു, ധാരാളം സമ്പത്ത്, ധാരാളം ഭാര്യമാർ. അവരോടൊപ്പം തന്നെ കൊട്ടാര സമാനമായ വീടിന്റെ നടുവിൽ, സാഹചര്യത്തിന്റെ നടുവിൽ കാണാൻ സൗകുമാര്യമുള്ള മക്കളുമായി അരോഗദൃഢഗാത്രനായി അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു പരീക്ഷണം നൽകി. ആ പരീക്ഷണം വരുമ്പോഴാണല്ലോ പലപ്പോഴും നമ്മൾ അള്ളാഹുവിനെ മറന്നു പോകുന്നത്. ജീവിതത്തിൽ എല്ലാവിധ നന്മകളുടെ പ്രവാഹത്തിന് നടുവിൽ അല്ലാഹു അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു പരീക്ഷണം നൽകി. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മാരകമായ രോഗം ബാധിച്ചു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മാരകമായ രോഗം ബാധിച്ചു. രോഗം ബാധിച്ച് ശരീരം മുഴുവനും വ്രണം വന്നിട്ടത് വല്ലാതെ പടുക്കാൻ തുടങ്ങി. വ്രണം മാറുന്നേയില്ല. ചരിത്രത്തിൽ കാണാം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാവും ഹൃദയവും ഒടിച്ചു ശരീരം മുഴുവനും പടുത്തു വിറങ്ങലിക്കാൻ തുടങ്ങി. ചികിത്സിച്ച് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ മുഴുവനും ഓരോരുത്തരായി മരിച്ചു വീഴാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുഭിക്ഷതയുടെ നടുവിൽ നിന്ന് മാരകമായ പീഡനത്തിന്റെ പരീക്ഷണത്തിന്റെ നെരിപ്പോടിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോ മക്കൾ ഓരോരുത്തരായി മരിച്ചു കിടക്കുന്നത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കാണേണ്ടി വന്നു. ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട് ശരീരം മുഴുവനും പടുത്തു വിറങ്ങലിച്ച് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കിടപ്പാടം പോലും നഷ്ടപ്പെട്ടു. കിടപ്പാടമില്ലാത്ത, ആരോഗ്യമില്ലാത്ത, ജീവിതത്തിൽ ഒന്നുമില്ലാത്ത ഭർത്താവിന് എന്തിന്? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യമാർ ഓരോരുത്തരായി അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൈയൊടിഞ്ഞു. അവസാനം റഹ്മ എന്ന ഒരൊറ്റ ഭാര്യ മാത്രം അയ്യൂബ് നബിയുടെ കൂടെ നിന്നു എന്നാണ്. ആരോഗ്യമില്ലാത്ത ഭർത്താവ് എന്തിന്? ആരോഗ്യമില്ലാത്ത ഭർത്താവ് എന്തിന്? സൗന്ദര്യമില്ലാത്ത ഭർത്താവ് എന്തിന്? സമ്പത്തില്ലാത്ത ഭർത്താവ് എന്തിന്? പിന്നെ ഭാര്യയ്ക്ക് ആവശ്യമില്ല, ഭാര്യയും പോയി. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും നമ്മളോട് സ്നേഹമുണ്ടാകുന്നത് നമുക്ക് ആരോഗ്യമുള്ളപ്പോഴാണ്, നമുക്ക് സൗന്ദര്യമുള്ളപ്പോഴാണ്. വൈകുന്നേരം വരുന്ന പിതാവിനെയും കാത്തുകൊണ്ട് മക്കൾ വാതിൽപ്പടിയിൽ കാത്തു നിൽക്കുന്നത് അവനറിയാം വരുന്ന പിതാവിന്റെ മടിയിൽ തനിക്കുള്ള പലഹാരമുണ്ടെന്ന്. ആ പലഹാരം വാങ്ങിക്കാൻ അവൻ കാത്തു നിൽക്കും. 3 ദിവസം പലഹാരമില്ലാതെ നിങ്ങൾ പോയി നോക്കി, വൈകുന്നേരം നിങ്ങളുടെ മോനെ വാതിൽപ്പടിയിൽ നിങ്ങൾ കാണൂ. ഭാര്യ നമ്മളെ കാത്തു നിൽക്കുന്നപ്പോഴാ ഗൾഫിൽ നിന്ന് വരുമ്പോ അവൾക്കുള്ള മഴത്തുള്ളിക്കിലുക്കത്തിന്റെ കമ്മലും വാങ്ങിച്ച് സുന്ദരമായിട്ട് മാപ്പിള വരുന്നുണ്ടെന്ന് ഓർത്തിട്ടാണ് അവൾ സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി കാത്തു നിൽക്കുന്നത്. തലേ ദിവസം വിളിച്ചിട്ട് എന്റെ ഇക്കാമ തീർന്നു, എന്നെ കഫീൽ കയറ്റി വിട്ടു, ഞാനങ്ങ് കയറി വരിക, ബോംബെ വന്നിട്ട് തീവണ്ടി വരാന്ന് പറഞ്ഞാൽ എവരെണ്ണം കാണുവോ? റെയിൽവേ സ്റ്റേഷനിൽ കാണുവോ? ഭാര്യയ്ക്ക് സ്നേഹമുള്ളത് എപ്പോഴാണ്? നമുക്കിതൊക്കെ ഉള്ളപ്പോഴാണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ? എന്താ നിങ്ങൾ പറയാത്ത? അവരത്രയ്ക്ക് പേടിയാ? എന്താ നിങ്ങൾ ആന്ന് പറയാത്ത? അത്രയ്ക്ക് പേടിയാ അവരെ? ബി പി ഉണ്ട് ഇല്ലേ? ബി പി എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ അല്ല, ഭാര്യയെ പേടിയുണ്ടോന്ന്. ഇപ്പൊ ബി പി എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ അല്ല, ബി പി, ഭാര്യയെ പേടിയുണ്ടോന്ന്.
ആരാണെങ്കിലും ശരി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളും പണം കണ്ട, കാരണം നിങ്ങൾ ഇച്ചിരി സ്വർണം തന്നെ പാവങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ. ഭർത്താവിന് നിങ്ങളോട് സ്നേഹമുള്ളതെപ്പോഴാണ്? സൗന്ദര്യമുള്ളപ്പോ, ആരോഗ്യമുള്ളപ്പോ. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മാരകമായ പരീക്ഷണമാണ് കടന്നു വരിക. എല്ലാം ജീവിച്ചിന്റെ എല്ലാ നന്മകൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ, ആവോളം സമ്പത്തുണ്ടായിരിക്കുമ്പോ അതാ മാരകമായ രോഗം വരികയാണ്. അയ്യൂബ് നബിയുടെ ശരീരം മുഴുവനും പഴുത്ത് വിറങ്ങലിക്കുകയാണ്. ഒരാൾക്ക് പോലും കണ്ടിരിക്കാൻ കഴിയാത്ത അവസ്ഥ. ഭാര്യമാർ ഓരോരുത്തരായി കൈയൊടിഞ്ഞു. അയ്യൂബ് നബി ഏകനായി മാറുമ്പോ നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു, അയ്യൂബേ, നിനക്ക് പകർച്ചവ്യാധി പിടിപെട്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ താമസിച്ചാൽ ഞങ്ങൾക്ക് രോഗം പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മാറിപ്പോകണേ അയ്യൂബേ. ഇതേവരെ സ്നേഹിച്ച ആളുകൾ മുഴുവനും സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കാൻ വരുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. എല്ലാ നന്മകളുടെ നടുവിൽ നിന്ന് താഴോട്ട് വീഴുമ്പോ ഒരേ ഒരു ഭാര്യ റഹ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ കൈ പിടിച്ചിട്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ ആദരിച്ച മനുഷ്യരുടെ നടുവിലൂടെ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാതെ അയ്യൂബ് നബിയടാ നിബിഡമായ വനത്തിന്റെ നടുവിൽ ഒരു കൊച്ചു കൂര ഉണ്ടാക്കിയിട്ട് അതിൽ താമസിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാം കൈനിറച്ചുണ്ടായിട്ട് ഒരു സമയത്തെങ്ങാനും ഇല്ലാതെ പോയാ, സഹോദരങ്ങളെ, പണ്ട് മുതൽ ദാരിദ്ര്യമാണെങ്കിൽ പ്രശ്നമില്ല, നേരത്തെ മുതലേ പട്ടിണിയാണെങ്കിൽ പ്രശ്നമില്ല. എല്ലാം കയ്യിൽ നിറഞ്ഞിരുന്നിട്ട് ഒരു സമയത്ത് പെട്ടെന്നെങ്ങാനും തകർന്നു പോയാ, അള്ളാന്റെ റസൂല് പോലും അള്ളാഹുവിനോട് ദുആ ചെയ്തതാണ്, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവൂലി ആഫിയതിക വ ഫുജഅതി നിഅമതിക വ ജമീ സഖതിക വന്നാർ. അല്ലാഹുവേ, 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 അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക, അല്ലാഹുവേ, നിന്നോട് ഞാൻ കാവലിനെ തേടുകയാണ്. മിൻ സവാലി നിഅമതിക, നീ എനിക്ക് തന്ന ആഗ്രഹങ്ങൾ എങ്ങാനും ഒന്ന് പെട്ടെന്നൊന്ന് മാറിപ്പോകുന്നതിനെ നിന്ന് അല്ലാഹുവേ, നിന്നോട് ഞാൻ കാവലിനെ തേടുകയാണ്. എന്റെ സഹോദരങ്ങളെ ആവർത്തിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അല്ലാഹു തന്നിരിക്കുന്ന അനുഗ്രഹമൊന്ന് നീങ്ങിപ്പോകാതിരിക്കാൻ ഒരൊറ്റ രോഗമൊന്ന് ജീവിതത്തിലോട്ട് കടന്നു വന്നാൽ പോരെ. ഒരു മാരകമായ രോഗമെങ്ങാനും കടന്നു വന്നാ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോ, സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോ ഒരിക്കലും റഹ്മാനായ റബ്ബി വിനീതന്റെ കൺമുമ്പിൽ ഒരു വല്ലാത്ത കാഴ്ച കാണിച്ചു തന്നു. ഒരു ദിവസം ഞാൻ എന്റെ ജീവിതത്തിന്റെ എല്ലാ നന്മകളുടെ നടുവിലൂടെ നടക്കുമ്പോഴും ഇപ്പോഴും എനിക്ക് ആ ചരിത്രം മാറിയിട്ടില്ല. പെട്ടെന്ന് ഞാൻ ഓർമ്മയിൽ നിന്നെടുത്തു പറയുകയാ. ഒരു ദിവസം ഞാൻ ജോലി ചെയ്യുന്ന എന്റെ പള്ളിയിലേക്ക് വെള്ളിയാഴ്ച ദിവസമാണ്. രാവിലെ പ്രഭാഷണം കഴിഞ്ഞ് വന്നതിന്റെ വല്ലാത്ത ക്ഷീണം കാരണത്താൽ കിടന്നുറങ്ങിപ്പോയി. ആ സമയത്ത് ജുമയുടെ തിരക്ക് പിടിച്ച സമയത്താണ് എഴുന്നേൽക്കുന്നത്. പെട്ടെന്ന് കുളിച്ച് റെഡിയായി വീടിന്റെ തൊട്ടടുത്തുള്ള പള്ളിയിലോട്ട് കടന്നു ചെല്ലുമ്പോ, പള്ളിയുടെ ഗേറ്റ് നടന്നിട്ട് ഞാൻ എന്റെ വാഹനത്തിൽ പോയി ഇറങ്ങുമ്പോ, വെള്ളിയാഴ്ച പതിവ് പോലെ ജുമാ മസ്ജിദിന്റെ പടിവാതിക്കല് ധാരാളം യാചകര് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഞാനൊരു ചെറുപ്പക്കാരനായ ഒരു 40-45 വയസ്സുള്ള ഒരു മനുഷ്യനെ കണ്ടു. ഒരു വെള്ള തോർത്തുകൊണ്ട് തന്റെ വലത്തെ കവിള ഇങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യന് എന്നെ കണ്ടതേ വല്ലാത്ത പരിചയഭാവത്തോടെ അയാൾ ഓടി വന്നു. പക്ഷേ ജുമയ്ക്ക് കയറേണ്ട വല്ലാത്ത തിരക്ക് കാരണത്താൽ ഏതാണ്ട് സമയം ജുമയുടെ ബാങ്ക് വിളിക്കേണ്ട സമയമായി. തലേ ദിവസം ദീർഘമായ യാത്ര ചെയ്തതിന്റെ ആലസ്യമുണ്ട്. ആ സമയത്ത് ഞാൻ വാഹനത്തിൽ നിന്നിറങ്ങി എന്റെ റൂമിലോട്ട് കയറുമ്പോ അയാൾ ഓടി വന്നിട്ട് എന്നോട് സലാം പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, ഉസ്താദേ, കബീർ ഉസ്താദ് അല്ലേ? ഞാൻ അതേ എന്ന് മറുപടി പറഞ്ഞു. ഉസ്താദിന് എന്നെ പരിചയമുണ്ടോ? പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കി. വലത്തെ കവിൾ ഭാഗത്തൊരു വെളുത്ത തോർത്തുകൊണ്ട് അമർത്തി പിടിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാതെ മുഖത്തോട്ട് നോക്കിയപ്പോൾ കവിളല് പോലും ഒട്ടിപ്പിടിച്ചൊരു പ്രാകൃത രൂപമാ. എനിക്ക് അദ്ദേഹത്തെ കണ്ടിട്ടൊരു പരിചയവും തോന്നിയില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ പരിചയം തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഒന്നുകൂടി സൂക്ഷിച്ചൊന്നു നോക്കൂ ഉസ്താദേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നുപോയി. അള്ളാഹു പുറത്തു തരട്ടെ, ഞാൻ എന്റെ അവിവേകം കൊണ്ട് പറഞ്ഞതായിരിക്കാം. അദ്ദേഹം എന്നോട്, ഞാൻ സാധാരണ ചില പിരിവുകാർ വന്നിട്ട് പിരിവ് വാങ്ങിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു തന്ത്രമെന്നതിന്റെ അപ്പുറമൊന്നും ചിന്തിച്ചില്ല. അദ്ദേഹം എന്നോടൊന്ന് സൂക്ഷിച്ചു നോക്കൂ ഉസ്താദേ എന്ന് പറഞ്ഞപ്പോ, ജുമയ്ക്ക് കയറേണ്ട തിരക്ക് കാരണത്താൽ ഒരു ഖത്തീബിന് തിരക്കുള്ള സമയമാണല്ലോ, ഏത് എത്ര വലിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും ആ സമയത്ത് എനിക്കൊരു വല്ലാത്ത ദേഷ്യം തോന്നിപ്പോയി മനസ്സിൽ. അള്ളാഹു പുറത്തു തരട്ടെ, എന്റെ അഹങ്കാരം കൊണ്ട് തോന്നിയതായിരിക്കാം. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ അറിയില്ല എന്താ കാര്യമെന്ന് പറയാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കൈയൊന്നുമല്ല തട്ടിമാറ്റി മുമ്പോട്ട് നടക്കുമ്പോ ആ മനുഷ്യൻ എന്തോ പിറുപിറുക്കുന്നത് ഞാൻ കേട്ടു. പെട്ടെന്ന് എന്റെ കാലടി അറിയാതെ പാദം അവിടെ തന്നെ ഉറച്ചുപോയി. നേരെ തിരിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ പറഞ്ഞത്? രണ്ടാമതൊന്നുകൂടി ആവർത്തിച്ചില്ല. അയാൾ പറഞ്ഞത് നന്നായിട്ട് വ്യക്തമായിട്ട് ഞാൻ കേട്ടു. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ? അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ എന്റെ മനസ്സിന് എനിക്ക് തന്നെ കുറവുള്ളത് കൊണ്ട് പറയുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? അയാൾ ചോദിച്ചു, ഉസ്താദേ ഞാൻ ആരെന്നറിയുമോ? അയാളുടെ പേര് പറഞ്ഞു, അയാൾ താമസിക്കുന്ന നാടും പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, അയാളുടെ കയ്യിലേക്ക് അറിയാതെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മതപ്രഭാഷണം നടത്താൻ പോയപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചതാ. ദുബൈയിൽ നല്ല സുന്ദരമായ ജോലിയിൽ കിടന്ന ചെറുപ്പക്കാരനാ. അള്ളാഹു 3 പെൺമക്കളെയാണ്, ആപ്പിള് പോലെ തോന്നുന്ന 3 പെൺമക്കൾ, വിശാലമായൊരു വീടിന്റെ എല്ലാ സൗകര്യങ്ങളിലും ജീവിച്ച മനുഷ്യന് അയാൾ ആ കോലത്തിൽ കല്ലപ്പോട് ഞാൻ ചോദിച്ചു പോയി, എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പോ ഓ മനുഷ്യനെ ഞാൻ കയ്യിൽ പിടിച്ചു കണ്ട് റൂമിലേക്ക് കൊണ്ടുപോയി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ, എന്റെ അറിവില്ലായ്മ കൊണ്ട് പെട്ടെന്ന് എനിക്ക് നിങ്ങളുടെ രൂപം കണ്ടിട്ട് മനസ്സിലായില്ല. അന്ന് എത്രയോ സൗന്ദര്യമുള്ള ചെറുപ്പക്കാരനാ. എന്റെ കൂടെയുള്ള ഉസ്താദന്മാരോട് ഞാൻ പറഞ്ഞു, ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്ന് കൊടുക്കുമോ? ഓ സമയത്ത് അയാൾ പറഞ്ഞു, ഉസ്താദേ എനിക്ക് ചായ വേണ്ട. എന്താ, ഞാൻ പരിചയം കാണിക്കാത്തതിന്റെ പരിഭവമാണോ എന്ന് ചോദിക്കുമ്പോ അയാൾ പറഞ്ഞു, ഉല്ല ഉസ്താദേ, ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ എനിക്ക് വല്ലാത്ത കൊതിയുണ്ട്, പക്ഷെ ഇതേവരെ എനിക്കതിന് സമ്മതിച്ചിട്ടില്ല. 3 വർഷമായിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം തൊണ്ടക്കുടിയിലോട്ട് എടുക്കാൻ എനിക്ക് കഴിയില്ല. എന്താന്ന് ചോദിച്ചപ്പോ ഇത് കണ്ടോന്ന് പറഞ്ഞിട്ട് വലതു ഭാഗത്തേക്ക് തോർത്തുകൊണ്ട് അടച്ചു വെച്ച ആ സഹോദരൻ ഓ വലത്തേക്ക് അവളിൽ ചേർത്ത് വെച്ച വെളുത്ത തോർത്തുമുണ്ടങ്ങ് എടുത്തു മാറ്റുമ്പോ അള്ളാഹു നമുക്ക് ആർക്കും ആ ഗതി വരുത്താതിരിക്കട്ടെ. മോണയിൽ ക്യാൻസർ ബാധിച്ചിട്ടൊരു പപ്പടത്തിന്റെ വലിപ്പത്തിൽ മോണ മുഴുവനെ ഇളകി മാറിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാ ആ വെള്ളം മുഴുവനും മോണയിലെ തുളയിലൂടെ വെളിയിലോട്ട് പോകുന്ന ഒരു മനുഷ്യന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അത് അണ്ണാക്കിലേക്ക് ഇറങ്ങാട് വലത്തേക്ക് അവളിന്റെ ഭാഗത്തുള്ള സുഷിരത്തിലൂടെ വെളുക്കലോട്ട് പോകുന്ന ചെറുപ്പക്കാരനെ കാണുമ്പോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കടിയില്ല ഉസ്താദേ എന്ന് പറഞ്ഞ് ചികിത്സിച്ച് ദുബൈയിൽ നിന്ന് കയറി വന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെയാ ഈ രോഗം വന്നത്? ഞാൻ ദുബൈയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ രാവിലെ പല്ല് തേക്കുമ്പോൾ മോണയിൽ ഒരു വല്ലാത്ത വേദന തോന്നി. ഞാൻ വെറുതെയാണെന്ന് കരുതി 2 ദിവസം കഴിഞ്ഞു അസഹ്യമായപ്പോൾ ഹോസ്പിറ്റലിൽ പോയി. മരുന്ന് കഴിഞ്ഞിട്ടും കുറവില്ല. അവരവിടെ നിന്ന് നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. നാട്ടിലെ ഹോസ്പിറ്റലിൽ നോക്കിയിട്ടും കുറവില്ല. അവസാനം RCCയിൽ ചെല്ലുമ്പോഴാണ് ക്യാൻസർ ആണെന്നറിഞ്ഞത്. എന്റെ കിടപ്പാടം പോലും വിട്ടുപോയി. 3 പെൺമക്കളുമായിട്ട് ഞാൻ ഇന്ന് വഴിയാധാരമായി വാടക തിണ്ണയിൽ കിടക്കുകയാ. ഉസ്താദേ, വാടക കൊടുത്തിട്ട് 3 മാസങ്ങളായി. വാടക കൊടുക്കാനില്ലാതിരിക്കുമ്പോഴാണ് നിങ്ങളുടെ കാര്യം ഓർത്തത്. അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച ദിവസം എനിക്ക് കയറി കിടക്കാൻ 1 മാസത്തെ വാടക കൊടുക്കാൻ ഒരു സഹായം എനിക്ക് ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ട് എന്റെ മുമ്പിൽ വന്ന ചെറുപ്പക്കാരന് അൽഹംദുലില്ലാഹ് എല്ലാ സദസ്സിലും ദുആ ചെയ്ത് ഒരല്പം ശമനമൊക്കെ വന്നിട്ടുണ്ട്. ഒരു 2 സെന്റ് സ്ഥലം വീണ്ടും വാങ്ങിച്ചിട്ട് അവിടെ ഒരു കെട്ടിടത്തിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ധാരാളം ആളുകൾ സഹായിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബ്ബിനോട് ദുആ ചെയ്തോ? എന്റെ പൊന്നു ചെറുപ്പക്കാരാ,
എന്തഹങ്കാരത്തോടെയാ റബ്ബിനെ മറന്നിട്ട് നടക്കുക. പൊന്നുമോനെ, ഒരു നിമിഷത്തിലെങ്ങാനും റബ്ബെങ്ങാനും ഒരു തീരുമാനമെടുത്ത നിന്റെ ഈ കാണുന്ന 6 അടി ശരീരമുണ്ടല്ലോ, ആ ശരീരത്തെ മുഴുവനെ നിയന്ത്രിക്കുന്ന ഒരു റിമോട്ട് കൺട്രോൾ മസ്തിഷ്കത്തിന്റെ സെറിബ്രല്ലത്തിന്റെ വലതുഭാഗത്തുണ്ട്. വെറും 4 ഗ്രാം തൂക്കമുള്ള ഒരു ഉണക്കമുന്തിരിയുടെ മാത്രം വലിപ്പമുള്ള 4 ഗ്രാം തൂക്കമുള്ള ഒരു കറുത്ത ഉണക്കമുന്തിരിയുടെ വലിപ്പമുള്ള സെറിബ്രല്ലത്തിന്റെ വലതുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹൈപ്പോതലാമസ് എന്ന് പേരുള്ള ആ ഒരൊറ്റ സാധനമാണ് പൊന്നുമോനെ നിന്റെ ഈ കാണുന്ന ശരീരത്തെ നിയന്ത്രിക്കുന്നത്. അത് പ്രവർത്തിക്കുന്നത് കണ്ടാണ് ഉറങ്ങിക്കിടക്കുന്ന നീ എഴുന്നേൽക്കുന്നത്, നിന്റെ ശരീരം വയർക്കുന്നത്, നിനക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത്. ആ ഒരു സാധനമെങ്ങാനും 4 ഗ്രാം മാത്രം വലിപ്പമുള്ള ഒരു ഉണക്കമുന്തിരിയുടെ മാത്രം വലിപ്പമുള്ള 4 ഗ്രാം തൂക്കമുള്ള ആ ഒരൊറ്റ സാധനമെങ്ങാനും അതിനെവിടെയെങ്ങാനും ഒരു കേടുവന്ന പൊന്നുമോനെ, ഇന്ന് രാത്രിയിൽ ചുറ്റുമൂലയിലെ വീട്ടിൽ പോയി കിടന്ന രാവിലെ നീ കണ്ണുരാ ചുറ്റുമൂലപ്പള്ളിയുടെ മിനാരത്തിൽ പിന്നെ നിന്റെ പേര് വിളിച്ചു പറയും. 10 മണിക്കാണ് കബറടക്കമെന്നേ പറയുള്ളൂ. ഇത് ഞാൻ പറഞ്ഞത് മനുഷ്യ ശരീരത്തിന്റെ ആയിരക്കണക്കിന് സങ്കീർണതകളിൽപ്പെട്ട ഒരേ ഒരു സങ്കീർണതയാണ് പറയുന്നതെങ്കിൽ അള്ളാഹുവിനോട് തരാനല്ല ചോദിക്കേണ്ടത്. അള്ളാഹുവേ, തന്നത് നീ നിലനിർത്തണയല്ല. പടച്ചവനെ, നീ ഞങ്ങൾക്ക് നൽകിയ ഈ ആയുസ്, അള്ളാഹുവേ, ഈ നൽകിയ ആരോഗ്യം നീ എത്ര നാള് നിലനിർത്തുമെന്നറിയില്ല. ദേശീയപാതയിലൂടെ ചീറിപ്പാഞ്ഞു വരുമ്പോ തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ 7:30 മണിക്കാണ് പ്രഭാഷണം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുന്നത്. 9:30 മണിക്കാണ് ഞാൻ ചുറ്റുമൂലയിലെത്തുന്നത്. എന്റെ വാഹനം ഓടിക്കുന്ന എന്റെ ഡ്രൈവർ ഷഹബാസ് എന്ന ചെറുപ്പക്കാരൻ അല്ലാഹു ആരോഗ്യവും ആയുസ്സും നൽകട്ടെ. വാഹന സ്പീഡിൽ ദേശീയപാതയിലൂടെ പാഞ്ഞു വരുമ്പോ പലപ്പോഴും ഞാൻ പറഞ്ഞു, പൊന്നുമോനെ സ്പീഡ് കുറയ്ക്കണേ. ദേശീയപാതയിൽ ചിതറിത്തെറിക്കുന്ന മൃതദേഹങ്ങൾ കാണുമ്പോ വാഹനത്തിന്റെ അകത്ത് കടന്നിട്ട് ബയ്യത്ത് പൊതിയാൻ പോലും പടിയാടെ കൈക്കുമ്പിളിൽ കോരിയെടുക്കുന്ന മൃതദേഹം കാണുമ്പോ പടച്ചറബെങ്ങാനും ഒരു നിമിഷമെങ്ങാനും ഒരു തീരുമാനം വന്ന അള്ളാന്റെ തീരുമാനമെങ്ങാനും ഒരു നിമിഷം വന്ന എത്രയോ മൃതദേഹങ്ങളാണ് ദേശീയപാതയിൽ ചിതറിത്തെറിച്ചുമാണ് പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട സമൂഹമേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എങ്ങോട്ടാ നീ നിന്റെ ഓട്ടം എങ്ങോട്ടാ പോകുന്നത്? പടച്ചറബെങ്ങാനും ഒരു ദിവസമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ സൂര്യനെ പടച്ചറബ്, ചന്ദ്രനെ പടച്ചറബ്, ആ ചന്ദ്രന്റെ നിഴല് സൂര്യന്റെ നേരെയാക്കിയിട്ട് സൂര്യഗ്രഹണം നടത്തുന്ന റബ്ബ്, ഓ റബ്ബ് ാനും ഒരു ദിവസം ഒന്ന് തീരുമാനിച്ച ജപ്പാനിൽ സുനാമിയുടെ തിരമാല അഞ്ഞടിപ്പിച്ച തമ്പുരാനില്ലേ, ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ സർവ്വ വിദേശക്കാരും ഭൂമിയിൽ നിന്നിറങ്ങി ഓടുകയാ. ഒരൊറ്റ ജപ്പാൻകാരൻ പോലും ജപ്പാന്റെ വീട്ടിൽ നിന്നിറങ്ങിയില്ല. കാരണം എന്താ? അവരതേവരെ വിശ്വസിച്ചിരുന്ന അവരുടെ കെട്ടിടങ്ങൾക്ക് ഭൂകമ്പത്തെ പ്രതിരോധിക്കാനുള്ള ശക്തിയുണ്ടെന്നാണ്. എല്ലാ വിദേശികളും ഇറങ്ങി ഓടുമ്പോഴും തങ്ങൾ കെട്ടിയുണ്ടാക്കി ഈ കെട്ടിടത്തിന്റെ ഉള്ളിൽ തങ്ങൾ സുരക്ഷിതരാണെന്ന് ഓർത്തിയിട്ട് വ്യാമോഹത്തോടെ കടന്നുപോയ ജപ്പാനിലെ മൂക്ക് ചപ്പിയ വെള്ളക്കാരെവിടെ ഈ പാട്ടകളെ പോലെ കടലിന്റെ തിരമാലകളിലൂടെ അലഞ്ഞു നടക്കുമ്പോ അള്ളാന്റെ കുതിരത്തിനെ ഓർക്കണേ. അള്ളാഹു ഒരു അനുഗ്രഹം നൽകുന്നതല്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട പൊന്നു ചെറുപ്പക്കാരാ, നിന്നെ സൃഷ്ടിച്ച റബ്ബ്, നിനക്ക് ഭക്ഷണം നൽകിയ റബ്ബ്, നിനക്ക് ആരോഗ്യം നൽകിയ റബ്ബ്, ആ അള്ളാഹ്ക്ക് വേണ്ടി 5 വക്ത് നിസ്കാരമെങ്കിലും പൊന്നുമോനെ നീ ചെയ്തിട്ടുണ്ടോ? പടച്ചറബിനെതിരെ അഹങ്കാരത്തോടെ നീ നെഞ്ചും വിരിച്ച് നടന്നു പോകുമ്പോ അള്ളാഹു അനുഗ്രഹം നൽകാനല്ല, അള്ളാഹുവേ നൽകിയ അനുഗ്രഹം നീ നിലനിർത്തി തരണയല്ല. ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് ആമീൻ പറഞ്ഞോ. അള്ളാഹുവേ, അള്ളാഹുവേ നൽകിയതല്ല നിലനിർത്തി തരണയല്ല. അള്ളാഹുവേ നിലനിർത്തി തരണേ തമ്പുരാനെ. ഇന്നലെ ഞാൻ ഇതേ സമയത്ത് ആറ്റിങ്ങൽ തൊട്ടടുത്ത് ആലങ്കോട് ജുമാ മസ്ജിദിന്റെ മുമ്പിൽ പ്രഭാഷണം നടത്തുകയാ. ഞാൻ സദക്ക ചോദിച്ചപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, സാധുക്കളെ സംരക്ഷിക്കാൻ അവിടുത്തെ 50 ചെറുപ്പക്കാർ കൂടി ടല്ലൻ സാറ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ളൊരു ട്രസ്റ്റ് ഉണ്ടാക്കി. ഞാൻ ചോദിച്ചൊരു പാവപ്പെട്ടവനെ സഹായിക്കാൻ ആരാണുള്ളത്? ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഉസ്താദേ 3 ലക്ഷം രൂപ ഞാൻ തരാം. പറയേണ്ട താമസം അടുത്തിരുന്നാൾ പറഞ്ഞു 2 ലക്ഷം ഞാൻ തരാം. ഒരാൾ പറഞ്ഞു, ഉസ്താദേ എന്റെ തൊട്ടടുത്ത പെങ്ങടെ
സഹോദരൻ, പെങ്ങടെ മകൻ, ആ മകൻ RCCയിൽ ക്യാൻസർ ബാധിച്ച് കിടക്കുകയാ. സഫീർ എന്ന ചെറുപ്പക്കാരൻ, അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സ്വർണ്ണക്കട സ്വന്തമായി നടത്തുന്ന അയാൾ നിൽക്കേണ്ട താമസം തലയിൽ തലവേദന പോലെ തോന്നി. കുറച്ചു കഴിഞ്ഞോട് ബോധം കെട്ടു വീണു. നേരെ RCCയുടെ കവാടത്തിലെത്തുമ്പോ ഡോക്ടർമാര് പറയുന്നു ബ്രെയിൻ ട്യൂമറാണ്. മരണത്തിന്റെയും ജീവന്റെയും ഇടയിൽ പിടയുകയാണ് ആ ചെറുപ്പക്കാരന്. മിനിങ്ങാന്ന് ജൂവല്ലറിയിൽ നിന്നിട്ട് പളപളാമിന്നുന്ന സ്വർണം തൂക്കിക്കൊടുത്ത മനുഷ്യന് ഇന്ന് ജീവിതം തന്നെ അവന്റെ മുന്നിൽ ഒരു തുലാഭാരം പോലെ കിടക്കുകയാണ്. സഹോദരങ്ങളെ, തിരുവനന്തപുരം RCCയുടെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു വാക്ക്: ഈ രോഗം ആർക്കും മന്യമല്ല, ഈ രോഗം ആർക്കും മന്യമല്ല, ഈ രോഗം ആർക്കും മന്യമല്ല. RCCയുടെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യണേ. അല്ലാഹുവേ, അല്ലാഹുവേ, കരുണക്കടലേ തമ്പുരാനേ, അല്ലാഹുവേ, ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. കബ് സേ കടി ഗയാ റബ്ബ് ഉമ്മീദ് കേ സഹാരെ, മേരാ ദിൽ ന ജാനെ മേനെ കിസി തരഹ് സെ പുകാരെ. അല്ലാഹുവേ, അല്ലാഹുവേ, എത്ര നാൾ കൊണ്ട് യാചകനെ പോലെ നിന്റെ പടിവാതിലെ കടന്നിട്ട് പരിദേവനങ്ങളും പരാതികളും പരിഭവങ്ങളും പരാധീനതകളും പടച്ച റബ്ബിനോട് പറയുന്നു തമ്പുരാനെ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ ദുആകളെ കേൾക്കണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹങ്ങൾ അല്ലാഹു മരിക്കുന്നത് വരെ നിലനിർത്തി തരട്ടെ. സഹോദരങ്ങളെ, പണ്ട് മുതലേ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ എല്ലാത്തിൻ്റെയും നടുവിൽ നിന്നിട്ട് ഒരു നിമിഷം നഷ്ടപ്പെട്ട് മറ്റൊരുവന്റെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ അല്ലാഹു നമ്മൾ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയും. മനുഷ്യന്മാരെ, നിങ്ങളെത്ര മനുഷ്യന്മാരായത്? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതോ അല്ലാഹുക്കും മേലെയാണോ നമ്മൾ? അല്ലാഹുക്കും മേലെയാണോ നമ്മൾ? അല്ലാഹുക്കും മേലെയാണെന്ന് പറഞ്ഞ ഒരാളെ ഉള്ളൂ. ഫറോവയോട് മൂസയോട് ഫറോവ ചോദിച്ചു, മൂസ, നിന്റെ അല്ലാഹ് ആരാ? മൂസാ നബി പറഞ്ഞു, അല്ലദീ യുനസ്സിലുൽ ഗൈസ, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നവനാണ് എന്റെ അല്ലാഹ്. ഇത് കേട്ട ഫിർഔൻ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, മൂസ, എന്നാലും നിന്റെ അല്ലാഹ്ക്കും മേലെ ഞാനാ. കാരണം മഴ പെയ്യണമെങ്കിൽ ഭൂമി വേണ്ടേ? ഭൂമി ആരുടേതാ? ഭൂമി ആരുടേതാ? എന്റെയാണ്. അനല്ലദീ മുൽക്കു മിസ്റ. അന്ന് പറഞ്ഞ ഒരാളെ ഉള്ളു, അല്ലാഹ്ക്ക് മേലെയാ ഞാൻ. ഏ മൂസ, ആകാശത്തുനിന്ന് മഴ വർഷിക്കണമെങ്കിൽ ഭൂമി വേണ്ടേ മഴത്തുള്ളി വീടാൻ? ഭൂമി ആരുടേതാ? ഭൂമി ആരുടേതാ? അനല്ലദീ മുൽക്കു മിസ്റ. ഇൻഷാ അല്ലാഹ് ഞാൻ വിഷയത്തിലോട്ട് തന്നെ വരാം. പക്ഷെ അതിന്റെ ഇടയിൽ നമ്മുടെ മനസ്സിനൊരു മാറ്റം ഉണ്ടാകണം. ഞാനാണ് മിസ്റിന്റെ അധിപതി, ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നൈൽ ഒഴുകണത്. ഞാൻ ഒഴുകണ്ടെന്ന് പറഞ്ഞതെങ്കിൽ നൈൽ അവിടെ തന്നെ നിന്നേനെ എന്ന് പറഞ്ഞു ഫിർഔൻ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ മനുഷ്യന് ഭ്രാന്തായിരുന്നു എന്ന്? ഈ മനുഷ്യന് ഭ്രാന്തായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇയാൾക്ക് അഹങ്കാരമായിരുന്നു. അഹങ്കാരം. എവിടെ അഹങ്കരിച്ചവർ? എനിക്ക് അല്ലാഹും വേണ്ട, പടച്ചവനും വേണ്ട, എനിക്ക് തന്നതും കെട്ടിപ്പിടിച്ചോണ്ട് നിന്നോന്ന് വിചാരിച്ച എന്റെ പൊന്നു മോനെ, നീ പട്ടുനൂൽപ്പുഴു ചത്തുപോകുന്നോ? ചത്തുപോകേണ്ടി വരും. അല്ലാഹു അങ്ങനെ ഒരു ഗതിയില്ലാതെ അല്ലാഹു കാത്തിരിക്കട്ടെ. ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ സ്വന്തം സ്വത്ത് തന്നെ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ലല്ലോ. അതിമോഹമാൽ ധനം സംഭരിച്ചാൽ പിന്നെ അവൻ പട്ടുനൂൽപ്പുഴു പോലെ ചാകൽ തന്നെ. അതിമോഹമാൽ ധനം സംഭരിച്ചാൽ പിന്നെ അവൻ പട്ടുനൂൽപ്പുഴു പോലെ ചാകൽ തന്നെ. എല്ലാവരുടെയും ഈ കരുനാഗപ്പള്ളിയുടെ ആത്മീയതയുടെ സ്വത്ത് ബഹുമാനനായ തരവാ ഉസ്താദ് പറഞ്ഞു, വല്ലാത്ത മോഹത്തോടെ സമ്പാദിച്ചു കൂട്ടിയിട്ട് എനിക്കാരും വേണ്ട, റബ്ബും വേണ്ട, ആമീനും വേണ്ടാണ് കരുതിയിട്ട് നീ അതിമോഹത്താല് ധനം സംഭരിച്ച പൊന്നുമോനെ, പട്ടുനൂൽപ്പുഴുവിന്റെ ജന്മമാണ് നിനക്ക്. പട്ടുനൂൽപ്പുഴു ചാകേണ്ടതുപോലെ ചാകേണ്ടി വരും. പട്ടുനൂൽപ്പുഴുവിനെ കണ്ടിട്ടില്ലേ? ആ പട്ടുനൂൽപ്പുഴു അതിന്റെ ശരീരത്തിൽ ഇങ്ങനെ വരിഞ്ഞിട്ട് നൂലുണ്ടാക്കും. പട്ടുനൂലുണ്ടാക്കും. ആ നൂല് കണ്ടത് വരിയുന്നത് സ്വന്തം ശരീരത്തിന്റെ മുകളിലൂടെയാണ് വരിയുന്നത്. അവസാനം വരിഞ്ഞിട്ട് നൂല് തീരുമ്പോ പട്ടുനൂൽപ്പുഴു വെളിയിലോട്ട് കടക്കാൻ നോക്കുമ്പോ കടക്കാൻ കഴിയുന്നില്ല. അത് തന്നെ അതിന്റെ സ്വന്തം ശരീരത്തെ വരിഞ്ഞു കെട്ടിയിരിക്കുകയാണ്. അവസാനം വെളിയിലോട്ട് ഇറങ്ങാൻ കഴിയാതെ താൻ തന്നെ സ്വയം കൃതാർത്ഥമായി വരിഞ്ഞുണ്ടാക്കിയ ഇതിന്റെ ഉള്ളിൽ കിടന്നിട്ട് പട്ടുനൂൽപ്പുഴു പെടഞ്ഞ് ചത്തുപോകും. ആ പട്ടുനൂൽപ്പുഴു ചത്ത് കിടന്ന് കഴിയുമ്പോ ആളുകൾ വരുന്നു,
അവന്റെ പട്ടുനൂൽ അടിച്ചെടുത്തിട്ട് അവൻ നെയ്ത്തുശാലയിൽ കൊണ്ടുപോയി അതുകൊണ്ട് സുന്ദരമായ പട്ടുവസ്ത്രം മെനഞ്ഞിട്ട് അവൻ ഇട്ടുകൊണ്ട് നടക്കുന്നു. പട്ടുനുരുവാണെങ്കിലോ പട്ടുനൂൽ പുഴുവാണെങ്കിലോ മണ്ണിൽ പെടഞ്ഞ് മരിക്കുകയാണ്. വേണ്ട സഹോദരങ്ങളെ, വേണ്ട. അള്ളാഹു നമ്മുടെ അനുഗ്രഹം അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രവാചകൻ പോലും ദുആ ചെയ്തു, അല്ലാഹുവേ തന്ന അനുഗ്രഹം നീ തിരിച്ചെടുക്കല്ലേ തമ്പുരാനെ എന്ന്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തിന്റെ കനത്ത പരീക്ഷണത്തിലേക്ക് പോയി. ഇനിയാണ് തൗഹീദ് പഠിക്കേണ്ടത്. ഞാൻ ഈ തൗഹീദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ 5ാം വേദക്കാരനാക്കിയേക്കല്ലേ, ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ റഹ്മ എന്ന ഒരു ഭാര്യ മാത്രം കൂടെ കൂടി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭാര്യയെ റഹ്മയെ പോലെ അള്ളാഹു ആക്കട്ടെ. ശരി, ഇവരാരും ആമീൻ പറയാത്ത എന്താ? കാട്ടിൽ പോകുമ്പോഴെങ്കിലും അവളെ കൂടെ വരണ്ടെന്ന് വിചാരിച്ചിട്ട് സൗണ്ട് പോരെ ആർക്ക്? എനിക്ക് ഈ ദുനിയാവിൽ ആകെ അത് പറഞ്ഞൊരു ഇൻസാൻ നിങ്ങളാണ്. എനിക്ക് സൗണ്ട് ഇല്ല. ലോകത്തെല്ലാവരും അവർക്ക് ആമീനെ സൗണ്ട് ഇല്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? 2 വാരികൾ ബ്ലേഡ് വിഴുങ്ങിയാൽ മതി, സൗണ്ടൊക്കെ നന്നായിട്ട് വരും. ഞാനടുത്ത് എനിക്ക് സൗണ്ട് ഇല്ല. നിങ്ങൾ ഒരു ഇൻസാനും എന്നോട് പറഞ്ഞിട്ടില്ല. സൗണ്ട് കുറയ്ക്കാൻ എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. എല്ലാവരും എന്നോട് പറയും, കബീർ ഉസ്താദേ നിങ്ങളുടെ പ്രസംഗം എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒന്ന് സൗണ്ട് കുറയ്ക്കണമെന്ന്. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് സൗണ്ട് കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയണ്ടേ? ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? കേരളത്തിൽ വളരെ സുന്ദരമായിട്ട് ഇസ്ലാമിനെ കുറിച്ച് ഖുർആനെ കുറിച്ച് എഴുതിയ എഴുത്തുകാരനാണ് വാണിദാസ് അളയാവൂർ. അയാളുടെ കൃതി വായിച്ചാൽ സക്കാത്തിനെ കുറിച്ച് അദ്ദേഹം എഴുതുന്ന കണ്ട ഒരു മുസ്ലിം പണ്ഡിതൻ എഴുതുന്നതിനപ്പുറം അയാൾ എഴുതിയിട്ടുണ്ട്, വാണിദാസ് അളയാവൂർ. അപ്പോൾ ഒരു പൊതുസമ്മേളനം ഒരു സദസ്സിൽ വെച്ചിട്ട് അദ്ദേഹം ഖുർആനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഇത്രയൊക്കെ ഖുർആനെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് എഴുതിയിട്ടും നിങ്ങൾ മുസ്ലിം ആവാത്തത് എന്താ? അദ്ദേഹം പറഞ്ഞു, ആവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. അതുപോലെ എനിക്കും കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അയ്യൂബ് നബി, നമ്മുടെ സമയം വളരെ കുറച്ച്, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ റഹ്മ എന്ന ഭാര്യ മാത്രം കൂടെ കൂടി. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മ എന്ന ഭാര്യയുടെ കൈപിടിച്ചു അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിബിഡമായ വനത്തിന്റെ നടുവിൽ ഒരു ചെറിയ കൂരയിൽ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കിടന്നു. മാരകമായ രോഗമാണ് അയ്യൂബ് നബിക്ക്. ശരീരം മുഴുവൻ ഒരു മുറിവ് വന്നു. ആ മുറിവ് ഭേദമായില്ല, പഴുത്തു. അയ്യൂബ് നബിയുടെ ഹൃദയവും നാവും ഒഴിച്ചിട്ട് ശരീരം മുഴുവനും മുറിവായി എന്നാണ്. ഇത്രയും പേര് തിങ്ങിക്കൂടുന്ന ഒരു സദസ്സിൽ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അയ്യൂബ് നബിക്ക് ഒരു മുറിവ് വന്നിട്ട് ആ മുറിവ് പിന്നെ ഭേദമായില്ല, വല്ലാതെ പഴുക്കാൻ തുടങ്ങി. ആ പഴുപ്പ് ശരീരം മുഴുവനും വ്യാപിച്ചു. അയ്യൂബ് നബിക്ക് വന്ന രോഗം ഏതായിരിക്കാം? കുഷ്ഠം ഏതായാലും വരില്ല, പ്രവാചകന്മാർക്ക് അത് വരില്ല. അപ്പൊ അയ്യൂബ് നബിക്ക് വന്ന രോഗം ഏതായിരിക്കാം? ലക്ഷണപ്രകാരം ഏതായിരിക്കാം? ഒരു മുറിവ് വന്നു, ആ മുറിവ് പഴുത്തു മുറിവ് പഴുക്കാൻ തുടങ്ങി. മുറിവ് ഷുഗർ. ലോകാരോഗ്യ സംഘടന അത് സൈലന്റ് കില്ലർ എന്ന് പറയുന്ന, നിശബ്ദ കൊലയാളി എന്ന് പേരിട്ട് വിളിക്കുന്ന ഷുഗർ ആയിരിക്കാം വന്നത്. എന്റെ അനുമാനമാണ്. ഒരു തഫ്സീറിലുമില്ല, ഒരു വ്യാഖ്യാനത്തിലുമില്ല. ടു ഡൈ എ ബിറ്റ് ഈസ് ഡയബറ്റീസ് നൺ. ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കുന്ന നിർവചനം തന്നെ ടു ഡൈ എ ബിറ്റ് ഈസ് ഡയബറ്റീസ്, ഇഞ്ചിഞ്ചായി മരിക്കുക. ഒന്ന് തുടങ്ങി, പിന്നെ കാലിലായി, അങ്ങനെ ഓരോന്നായിട്ട് വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൈലന്റ് കില്ലർ എന്നാണ് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി ഷുഗറിനെ കുറിച്ചും അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അതിന്റെ നിഗമനം. ഇത് എന്റെ ചിന്തയാണ്. ധാരാളം എന്നേക്കാൾ അറിവുള്ള ധാരാളം പണ്ഡിതന്മാരുണ്ട്, അവർ ഇതിനെ കാര്യത്തിൽ നന്നായിട്ടൊന്ന് പരതട്ടെ. ഞാൻ എൻ്റെ ഒരു ചെറിയ ചിന്തകൾ അങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു നമ്മുടെ ചിന്തയിൽ അള്ളാഹു നല്ല ചിന്തകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുകൂടി പഠിക്കണമല്ലോ, വെറുതെ വാത് പറഞ്ഞ് മാത്രം നമ്മൾ പോയാൽ പോരല്ലോ. അങ്ങനെ റഹ്മ ബീബി റളിയല്ലാഹു തആല അൻഹ രാവിലെ ഇറങ്ങും, വൈകുന്നേരം വരെ ഏതെങ്കിലും വീടുകളിൽ പോയി അടുക്കള ജോലി ചെയ്ത് റഹ്മ ബീബി റളിയല്ലാഹു തആല അൻഹ വൈകുന്നേരമാകുമ്പോൾ ഒരു ഭക്ഷണവുമായി വരും. അയ്യൂബ് നബി കാത്തിരിക്കുകയാണ്. ആ കാത്തിരുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്ത് കഷ്ടതയിൽ കഴിഞ്ഞുകൂടി റഹ്മ ബീബി റളിയല്ലാഹു അൻഹ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരട്ടെ. കഷ്ടപ്പാടുകളിൽ കൂടെ നിൽക്കുന്നവളാണ് ഭാര്യ. ഖുർആനിലെ കുടുംബം എന്നൊരു വിഷയമുണ്ട്, അതിൽ നമുക്ക് പറയാം ഭാര്യ ആരാണ്. ഇൻഷാ അല്ലാഹ് വിഷയം നമ്മൾ പറയും. ഞാൻ ഈ വരുന്ന 21, 22 തീയതികളിൽ, 21 22 ഇവിടെ കാഞ്ഞിപ്പുഴക്കാർ വന്നിട്ടുണ്ട്. 22, 21, 22 ഇൻഷാ അല്ലാഹ് കാഞ്ഞിപ്പുഴയിൽ ഖുർആനിലെ കുടുംബം, അതാണ് വിഷയം. 21, 22 അല്ലേ?
അതിൽ നമുക്ക് സംസാരിക്കാം ഖുർആനിലെ ഭാര്യ, ഖുർആനിലെ വീട്, ഖുർആനിലെ കുടുംബം. കുടുംബം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ എന്താ? മലയാള ഭാഷയിൽ കുടുംബം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് ഏതാണോ അതാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകണം. വല്ല പെരുന്നാളിന്റെ തലേ ദിവസമൊക്കെ നമ്മുടെ കുടുംബക്കാരെല്ലാം കൂടെ കൂടുമ്പോൾ ഒരു ഇമ്പം ഉണ്ടാകണം. നമ്മുടെ വീട്ടിൽ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുമോ അതോ ഭൂകമ്പം ഉണ്ടാകുമോ? പരിഹരിക്കാൻ പറ്റാത്ത വിഷയം വീട്ടിലെ വിഷയമാണ്. അതുകൊണ്ട് വെച്ചാൽ ആ വിഷയം നമുക്ക് കാഞ്ഞിപ്പുഴയിൽ പറയാം. ഞാൻ പറഞ്ഞ വിഷയം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ റഹ്മാ ബീവി റളിയല്ലാഹു അൻഹ ഖുർആനിൽ കാണാൻ, ഞാൻ പറയുന്ന ഖുർആനാണ്, സൂറത്ത് സ്വാദ്. നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കി. ഒരു അയ്യൂബ് നബി വൈകുന്നേരം കാത്തു നിൽക്കുന്ന റഹ്മ വരുന്നതും കാത്ത് ഭക്ഷണപ്പൊതിയുമായി വല്ലാത്ത വിശപ്പാണ്. റഹ്മാ ബീവി റളിയല്ലാഹു അൻഹ വരുന്ന ഭക്ഷണം കൊടുത്തിട്ട് അയ്യൂബ് നബിയുടെ വിശപ്പടക്കുന്നത്. ഒരു ദിവസം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സന്ധ്യ വരെ കാത്തു നിന്നു. റഹ്മാ ബീവി റളിയല്ലാഹു അൻഹയെ കാണുന്നില്ല. സമയം മൂവന്തിയായി. അയ്യൂബ് നബിക്ക് തോന്നി ഈ കട്ടപ്പാടൊക്കെ സഹിക്കാൻ പറ്റാത്ത റഹ്മയും എന്നെ കൈവിട്ട് കളഞ്ഞു. നിരാശയും സങ്കടവും വന്നപ്പോൾ അയ്യൂബ് നബി പറഞ്ഞു, റഹ്മ ഇന്ന് വരാത്തതെന്താ, താമസിക്കുന്നത് എന്താ? അവൾ ഇങ്ങ് വരട്ടെ, അവൾക്ക് ഞാനിന്ന് 100 അടി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഭക്ഷണം കാത്തു നിന്നിട്ട് ഭാര്യ ഭക്ഷണവും കാത്തിരിക്കുകയാണ്. ആ സമയത്ത് ഭക്ഷണം സമയത്ത് കൊടുക്കാത്തതുകൊണ്ട് അയ്യൂബ് നബി എന്ത് പറഞ്ഞു? ഖുർആനാണല്ലോ, അവൾ ഇങ്ങ് വരട്ടെ, താമസിക്കുന്ന എന്താ ഭക്ഷണം, 100 അടി ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇത് ഖുർആനാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, സമയത്ത് ഭർത്താക്കന്മാർക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അവരടി തരുമെന്ന് ഖുർആൻ. അയ്യൂബ് നബിയൊക്കെ 100 അടിയാണ് കൊടുത്തത്, നമ്മളൊക്കെ ഓരോന്നേ കൊടുക്കുള്ളൂ. നന്നായിട്ട് വിശന്നിരിക്കുന്നു ഭർത്താവ്. വിശന്ന് കയറിയ ഭർത്താവ് എന്നിട്ട് ഭക്ഷണം ചോദിച്ചിട്ട് ഭാര്യ താമസിച്ചു. സ്വാഭാവികമായും ഭർത്താവിന് ദേഷ്യം ഉണ്ടാകും. ഭർത്താവ് എന്ത് പറയും? അയ്യൂബ് നബി പറഞ്ഞു, അവൾ താമസിക്കുന്നതാ ഭക്ഷണം കൊണ്ടുവരാൻ, 100 അടി ഞാൻ അവൾക്ക് ഇന്ന് കൊടുക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഖുർആൻ അവരെ അടിക്കാൻ തെളിവായി എന്ന് കരുതല്ലേ. ഞാൻ പറഞ്ഞതാണ്, ഒരു നിത്യജീവിതവുമായി ഖുർആൻ ബന്ധപ്പെടുകയാണ്, നിത്യജീവിതവുമായി. അങ്ങനെ ബഹുമാനപ്പെട്ട റഹ്മാ ബീവി റളിയല്ലാഹു തആല അൻഹയെ കാത്തിരിക്കുമ്പോ അതാ സമയം മൂവന്തിയായപ്പോൾ കിതപ്പോടെ റഹ്മാ ബീവി കടന്നു വരികയാണ്. അല്ലാഹുവിനെ പഠിക്കണേ സഹോദരങ്ങളെ. ഓടിക്കളിച്ചിട്ട് റഹ്മാ ബീവി വരുമ്പോ അയ്യൂബ് നബി പറഞ്ഞു, റഹ്മാ എന്തേ നീ താമസിച്ചതെന്താണ്? നീ താമസിക്കുന്നത് കൊണ്ട് വിശന്ന് വലയുന്നു റഹ്മാ. ദേശം കൊണ്ട് ഞാൻ ഇന്ന് നിന്നെ 100 അടി അടിക്കുമെന്ന് ഞാൻ ശപഥം ചെയ്തു പോയി. അതുകൊണ്ട് നിന്നെ അടിക്കാതിരിക്കാൻ നിർവാഹമില്ല. ബഹുമാനപ്പെട്ട റഹ്മാ ബീവി പറഞ്ഞ്, ഞാൻ താമസിക്കാനുള്ള കാരണം എന്തെന്ന് നിങ്ങൾക്കറിയുമോ? കാരണം കേട്ടിട്ടേ നിങ്ങൾ എന്നെ അടിക്കാവൂ. റഹ്മാ ബീവി റളിയല്ലാഹു തആല പറഞ്ഞു, പത്രേ, ഞാൻ താമസിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാര് വളരെ നന്നായിട്ട് കേൾക്കണം. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് അടുക്കള ജോലി ചെയ്ത് നിങ്ങൾക്കുള്ള ഭക്ഷണ പൊതിയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് ദ്രുതഗതിയിൽ ഗമനം ചെയ്യുമ്പോ ഞാൻ വരുന്ന വഴിക്കൊരു ഗ്രാമത്തിലൊരു പർണശാല. ആ പർണശാലയുടെ മുകളിൽ ധാരാളം ആളുകൾ ക്യൂ ആയിട്ട് കാത്തു നിൽക്കുകയാണ്. ആ പർണശാലയുടെ ആശ്രമത്തിന് മുമ്പിൽ വല്ലാത്ത തിക്കും തിരക്കുമാണ്. ഞാൻ വന്നിട്ട് കാര്യം തിരക്കി, എന്താണ് ഇവിടെ തിക്കും തിരക്കും കൂട്ടുന്നത്? ആ നാട്ടുകാര് പറഞ്ഞു, ഞങ്ങളുടെ ഈ നാട്ടിൽ അസാമാന്യ സിദ്ധികളുള്ള ഒരു സിദ്ധം വന്നിട്ടുണ്ട്. അദ്ദേഹം ഏത് രോഗവും ഒറ്റ നിമിഷം കൊണ്ട് ശിഫയാക്കും. അദ്ദേഹം വല്ലാത്ത മഹാതാന്ത്രികനും മാന്ത്രികനുമാണ്. അദ്ദേഹത്തെ കാണാനുള്ള ക്യൂ ആണിത്, അദ്ദേഹത്തെ കാണാനുള്ള തിരക്കാണിത്. റഹ്മാ ബീവി പറഞ്ഞു, ഞാൻ അപ്പോൾ ചിന്തിച്ചത് നിങ്ങളെ കുറിച്ചിട്ടാണ്. നിങ്ങളുടെ രോഗം അദ്ദേഹം മാറ്റി തന്നാലോ? ആ തിരക്കിന്റെ നടുവിൽ ഒരു കന്നിയായി ഞാനും ചേർന്ന് നിന്നു. അവസാന സന്ധ്യാസമയമായപ്പോൾ എന്റെ ഊഴമായി ഖുർആന്റെ തഫ്സീറിൽ കാണാം, ഞാൻ ആ മഹാതാന്ത്രികന്റെ അടുക്കൽ ചെന്നപ്പോ അദ്ദേഹത്തോട് നിങ്ങളുടെ രോഗത്തെ കുറിച്ച് അവലാതി പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, റഹ്മാ നിന്റെ രോഗം ഞാൻ മാറ്റിത്തരാം, നീ എന്ത് പ്രതിഫലമാണ് എനിക്ക് നൽകുന്നത്? റഹ്മാ ബീവി പറഞ്ഞു, ആരുടെയെങ്കിലും അടുക്കളപ്പുറകളിൽ അടിമവേല ചെയ്തിട്ട് ജീവിക്കുന്ന എന്റെ കയ്യിൽ പാരിതോഷികം നൽകാനൊന്നും കയ്യിലില്ല. ആ സമയത്ത് റഹ്മാ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അയാൾ പറഞ്ഞു, റഹ്മാ ഒരു പ്രതിഫലവും നീ എനിക്ക് നൽകണ്ട, നിന്റെ ഭർത്താവിന്റെ രോഗം ഞാൻ മാറ്റിത്തരാം. പക്ഷേ നിന്റെ നാവ് കൊണ്ട് നീ എന്നെ നോക്കിയിട്ട് പറയണം, അന്ത ശഫൈതനീ. നിന്റെ ഭർത്താവിനോടും അങ്ങനെ പറയാൻ
പറയണം, അന്ത ശഫൈതനി അന്ത ശഫൈതനി അന്ത ശഫൈതനി, നീയാണ് എന്റെ രോഗം ശിവയാക്കിയതെന്നൊന്ന് പറഞ്ഞാ മതി, നീയാണ് എന്റെ രോഗം ശിവയാക്കിയതെന്ന് പറഞ്ഞാ മതി, വേറൊരു പ്രതിഫലവും വേണ്ടെന്ന് പറയുമ്പോ ഒന്നുമല്ലെങ്കിലും നമ്മുടെ പെണ്ണിനെ പോലെയല്ലല്ലോ സഹോദരങ്ങളെ, റിസാലത്തിന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ചു പരിരംഭണം ചെയ്ത് കിടന്നുറങ്ങിയ പെണ്ണല്ലേ. ആ മനസ്സിലൊരു സംശയം തോന്നി, എന്തേ ഇയാൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? സംശയം തോന്നിയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നടന്നു, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് താമസിച്ചതെന്ന് പറഞ്ഞപ്പോ അയ്യൂബ് നബി പറഞ്ഞു, റഹ്മാ, അല്ലാഹു നിന്നെ കാത്തുരക്ഷിച്ചു റഹ്മാ. ആ വന്നിരുന്നത് ഇബ്ലീസാണ്. നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കട്ടനട്ടങ്ങളുടെ നടുവില് ത്യാഗത്തോടെ നീ നടന്നു പോകുമ്പോ നിന്നെ വഴിപടപ്പിക്കാൻ ഇബ്ലീസ് കോലം മാറി വന്നതാണ്. ആ സമയത്തെങ്ങാനും നീ അങ്ങനെയൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു റഹ്മാ എന്ന അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാരകമായ രോഗം ബാധിക്കുകയാണ്, കുട്ടികൾ ഓരോരുത്തരായി മടന്നു പോവുകയാണ്, ആയിരക്കണക്കിന് വ്യാജസിദ്ധന്മാരുടെ പന്നശാലകൾ ഉദയം ചെയ്യുമ്പോ നമ്മുടെ വിശ്വാസത്തിന്റെ ശൈഥില്യത്തെ ചൂഷണം ചെയ്തിട്ട് ഇതേപോലെ ഇബ്ലീസിന്റെ പൈശാചികതയുടെ 1000 അവതാരങ്ങൾ വരുമ്പോ അവിടെ പോയി ഈമാൻ നഷ്ടപ്പെടുത്തല്ലേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. ആയിരക്കണക്കിന് അവതാരങ്ങളുടെ നടുവില് ഏതവതാരങ്ങളാണെന്നറിയുമോ? മനുഷ്യദൈവാവതാരങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹു അല്ലേ നിന്നോട് പറഞ്ഞത്, എടാ നിന്റെ രോഗം ഞാൻ മാറ്റിത്തരാമടാ, 5 വഖത്ത് വന്നിട്ട് നിസ്കരിച്ചിട്ട് അത്തഹിയാത്തിലൊന്നിരിക്കാൻ പറഞ്ഞാൽ ഇരിക്കാൻ പറ്റാതെ മനുഷ്യാവതാരങ്ങളുടെ മുമ്പില് ചമ്രം പടിഞ്ഞിട്ട് പ്രാണിക്ക് ഹീലിംഗ് നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, അതിജീവനകലയുടെ ആയോധനാകല പഠിക്കുന്ന ആയിരക്കണക്കിന് വ്യാജ അവതാരങ്ങളുടെ മുമ്പിൽ പോയിട്ട് ബ്രീത്ത് ചെയ്യുന്ന, ഒരു നേരം അത്തഹിയാത്തിലിരിക്കാൻ നിനക്ക് മനസ്സില്ല, ഒരു നേരം ഖുർആൻ ഓതാൻ നിനക്ക് മനസ്സില്ല. മനുഷ്യാവതാരങ്ങളുടെ മുമ്പിൽ ഏത് മനുഷ്യാവതാരമാണെന്നറിയുമോ? അള്ളാഹുവിന്റെ ആയിരക്കണക്കിന് സൃഷ്ടികളിൽ പെട്ട കടലിന്റെ തിരമാല ഒന്നിരമ്പി ആത്തു വന്നപ്പോ ആത്തുവരുന്ന തിരമാലകളുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വന്തം ആശ്രമത്തിന്റെ 8ാം നിലയിലെ കോടിക്കയറിയ അവതാരങ്ങള് എന്റെ സഹോദരങ്ങളെ, അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. രക്ഷപ്പെടാൻ വേണ്ടി കടന്നുപോയ, അല്ലാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി പോയ, അഖില സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ അടിയറ വെച്ചു പോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരാ സഹോദരി, റഹിമാ ബീവിയുടെ മുമ്പിലും നിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, നിന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോ, കച്ചവടം നല്ല ലാഭത്തിലിരിക്കുമ്പോൾ പെട്ടെന്നാണ് തകർച്ചയുണ്ടാകുന്നത്, മക്കള് മാരകമായ രോഗത്തിനടിമപ്പെടുകയാണ്, ആ സമയത്ത് ഹൃദയമൊന്ന് തകർന്നു പോകുമ്പോ പിശാചിന്റെ ദുർബോധനത്തിൽ പെട്ടുപോകരുത്. ഇവിടെയാണ് തൗഹീദ് കാത്തു സൂക്ഷിക്കേണ്ടത്, ഇവിടെയാണ് ഈമാൻ കാത്തു സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ താമസിച്ചതെന്ന് ബഹുമാനപ്പെട്ട ബീവി റഹ്മാ റളിയല്ലാഹു തആല അൻഹാ. ഇവിടെയാണ് തൗഹീദ് ഉണ്ടാകേണ്ടത്. നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സ് പതറിപ്പോകുന്നത് എവിടെയാ? ഇവിടെയാണ്. ഇൻഷാ അല്ലാഹ് എങ്ങനെ ഈ രോഗം മാറിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഖുർആൻ കേൾക്കട്ടെ. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായില്ലേ? ഖുർആൻ പറഞ്ഞില്ലേ? അള്ളാഹു എങ്ങനെയാണ് മാറ്റിത്തന്നത്? അള്ളാഹു എങ്ങനെയാണ് മാറ്റിത്തന്നത്? യഥാർത്ഥ തൗഹീദ് പഠിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. റഹ്മാ ബീവി റളിയല്ലാഹു തആല ഇത് പറഞ്ഞപ്പോൾ അയ്യൂബ് നബിക്കും വലിയ വിഷമായി. പടച്ചോനെ, എന്റെ രോഗം മാറാൻ വേണ്ടിയാണല്ലോ എന്റെ റഹ്മാ പോയി അവിടെ ക്യൂവിൽ നിന്നത്, അതുകൊണ്ടാണല്ലോ അവളെ താമസിച്ചത്. എങ്കിലും ഞാൻ ദേഷ്യം വന്നപ്പോൾ അവളെ 100 അടി അടിക്കൂന്ന് പറഞ്ഞില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? സത്യം ചെയ്ത് പറഞ്ഞതല്ലേ, 100 അടി അടിക്കൂന്ന് പറഞ്ഞല്ലേ, അടിക്കാതിരിക്കാൻ പറ്റുമോ? എന്ത് ചെയ്യും? പഠിക്കുകയും സഹോദരങ്ങളെ, ഖുർആൻ ഓദീൻ ഇതിനേക്കാളും വലിയ ആസ്വാദ്യമുള്ളൊരു ഗ്രന്ഥവേദാവുള്ളത്. എൻ്റെ പൊന്നു പെങ്ങളെ, വ്യാഴാഴ്ച രാവിലെ മുബാറക്കായിട്ട് ലോറിക്കാരൻ നോബിളിന്റെ കഥ വായിക്കണോ? മംഗളോ മനം വായിക്കണോ? അള്ളാഹുവിന്റെ ഖുർആൻ ഞാൻ ഖുർആനിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. അള്ളാഹുടെ ഖുർആൻ ഒന്ന് ഓതാൻ പഠിച്ചുകൂടെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ? എന്തേ നിങ്ങൾക്കതിന് കഴിയാത്തത്? ഇത്രയും നന്നായിട്ടൊരു സംഭവം പറയുന്ന ഏതാ ഉള്ളത്? മനോരമയിൽ ഇത്രയും നന്നായിട്ട് സംഭവം പറയൂ? അയ്യോ, മനോരമ വായിക്കാൻ പോണ പെണ്ണിന്റെ അവസ്ഥ എന്താ? അവൾ ഏറ്റവും അവസാനം നോവൽ വായിക്കും. മേരിക്കുട്ടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അവള് കയറെടുത്തു, മച്ചിന്റെ മുകളിൽ കയറി, കയറിൽ കുരുക്കിട്ടു. കഴുത്തിലേക്കിടാൻ നേരത്ത് അവൾ ഭർത്താവിനെയും മക്കളെയും ഒക്കെ മനസ്സിലോർത്തു. ഇല്ല, അവൾ ഉറച്ചു, ഞാൻ ഇനി ജീവിക്കുന്നില്ല.
കയറിൽ കുരുക്കിട്ടു, കഴുത്തിലേക്ക് കുരുക്ക് കയറ്റിയിട്ടു. താഴേക്ക് ചാടാൻ അവൾ ഒരു കാല് പൊക്കി തുടരും. സംഭവം തീർന്നു. ഈ ഒരു കാല് പൊങ്ങിയോടുകൂടെ തീർന്നു. തുടരും. ഇത് വായിച്ച നമ്മുടെ താത്താക്ക് എന്തില്ല, പിന്നെ ഉറക്കമില്ല. രാത്രി ഭർത്താവ് വരുമ്പോൾ കിടന്നുറങ്ങുമ്പോൾ അങ്ങോട്ട് തിരിയുന്നു. മേരിക്കുട്ടിയുടെ വഫാത്ത് കഴിഞ്ഞോ 3-ാം പാത്തി കഴിഞ്ഞോന്ന് അറിഞ്ഞുകൂടാ. അങ്ങോട്ട് തിരിയുന്നു, ഇങ്ങോട്ട് തിരിയുന്നു, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്തു പറ്റി? എന്തോ ഉറക്കം വരുന്നില്ല. പാവം ഭർത്താവ് രാവിലെ എഴുന്നേറ്റ് പള്ളിയിലെ മുസ്ലിയാർ എഴുന്നേറ്റ്, പൊന്നു ഉസ്താദ്, എൻ്റെ ഭാര്യയ്ക്ക് ഉറക്കമില്ല, ഒരു നൂല് മന്ത്രിച്ചേരി. ഇവിടെ നൂല് പോയിട്ട് ഇരുമ്പിൻ്റെ തകടി കെട്ടിയിട്ടായി ഉറക്കം വരൂല. കാരണം എന്താ? ഉറക്കം വീണ പിറ്റേ ദിവസം വ്യാഴാഴ്ച രാവിലെ 4 രൂപ എടുത്തോണ്ട് ഓടും. പോയി മേടിച്ചോണ്ട് വന്ന് നിവർത്തി നോക്കുക. ആദ്യം ഇവള് മരിച്ചോന്നറിയണം. എടുക്കുമ്പോൾ താ എഴുതിയിരിക്കുന്നു, മേരിക്കുട്ടി തീരുമാനിച്ചു, വേണ്ട, അവള് താഴെ ഇറങ്ങി. ഇത്രയല്ലേ ഉള്ളൂ. ഇത്രയല്ലേ ഉള്ളൂ. എന്നാൽ എന്റെ പൊന്നു സഹോദരിമാരെ, ഞാൻ എന്റെ എല്ലാ അവശതയുടെയും വിവശതയുടെയും ഞാൻ സംസാരിക്കുകയാണ്. പക്ഷെ എനിക്കൊരൊറ്റ ആഗ്രഹമുള്ള അള്ളാഹിന്റെ ഖുർആൻ മനസ്സിലാക്കണം. നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കണം. നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, നീ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായപ്പോ 100 അടി അടിക്കുമെന്ന് ശപഥം ചെയ്തു. അള്ളാഹു പരിഹാരം പറഞ്ഞു. എത്ര സുന്ദരമാ ഖുർആന്റെ ചരിത്രം കേൾക്കാൻ. അള്ളാഹു ഒരു പോംവഴി പറഞ്ഞു, അയ്യൂബേ പേടിക്കണ്ട, ഭാര്യ 100 അടി അടിച്ചോ, നീ ശപഥം ചെയ്തല്ലേ, സത്യം ചെയ്തതല്ലേ, നീ ശപഥം ചെയ്തത് അങ്ങനെ തന്നെ ചെയ്തോളൂ. ഖുർആൻ സൂറത്ത് സ്വാദ്. ഞാനീ പറയുന്ന ഖുർആനാണ്. ഖുർആൻ സൂറത്ത് സ്വാദ്. وخذ بيدك لغثا فاضرب به ولا تهنث إنا وجدناه صابرا. നീ നിന്റെ കൈകൊണ്ട് 100 പുല്ലിന്റെ കതിരുകൾ വെട്ടിയെടുക്കുക. ആ 100 പുല്ലുകൾ ചേർത്ത് വെച്ചിട്ടൊരു കെട്ടാക്കുക. ആ കെട്ടുകൊണ്ട് നിന്റെ ഭാര്യ ഒരു പ്രാവശ്യം അടിക്കയ്യൂബേ, എന്നാൽ നിന്റെ ശപഥത്തിൽ നിന്ന്, സത്യത്തിൽ നിന്ന് നീ മോചിതനായെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹ് പറഞ്ഞു, അയ്യൂബേ വഖുദ് ബിയദിക ലഗത, അയ്യൂബേ നീ നിന്റെ കൈ കൊണ്ട് പോയി 100 പുല്ല്, ഇതെന്താ പറയും, പോച്ചെന്ന് പറയോ, പില്ലെന്ന് പറയോ, പുല്ലെന്ന് പറയോ, എന്താ പറയും, പുല്ല്, പോച്ച, വഫീ റിവായത്തുൻ ഉഖറ, പോച്ച. പല സൈസ് പലത് പറയതിലും ആട്ടെ. പോച്ചെന്ന് പറയുന്നത് തിരുവനന്തപുരം ഭാഗത്താണ്. ഇവിടെ പുല്ലെന്ന് പോയി, ഒറ്റ കതിര്, പുൽക്കതിര്, എന്തേലും ആകട്ടെ. പേടിയാ പറയാൻ, അതുകൊണ്ടാണ് ഈ ചോദിച്ചിട്ട് പറയണ, പേടിയാണ് പറയാൻ, അതുകൊണ്ടാണ്. ഓരോരുത്തടുത്ത് ഓരോ പ്രശ്നങ്ങളാണ്. പള്ളിയിലെ സെക്രട്ടറി, പ്രസിഡന്റ്, ഖജാൻജി ഒക്കെ ഇരിക്കുന്നു, വാത് പറയുന്നു, പ്രസിഡന്റും ഉണ്ട്. ഊളന്റെ കഥ പറഞ്ഞു. ആളുകൾ മുഴുവൻ തലതല്ലി ചിരി. ഊളന് ഞാൻ പറയേണ്ട താമസം ആളുകൾ ചിരിക്കാൻ തുടങ്ങി. ഭയങ്കര ചിരി, തലതല്ലി ചിരി. ഞാൻ പെട്ടുപോയി. പടച്ചനിപ്പോ എന്താ ഇപ്പൊ കഥ, ഇങ്ങനെ ചിരിക്കാൻ കാര്യം എന്താ? നാട്ടുകാർ മുഴുവൻ, എനിക്കറിയില്ല. ഞാൻ പിന്നെ നോക്കിയോ കുഴപ്പമൊന്നുമില്ല. എൻ്റെ മുണ്ടൊക്കെ കൊടുത്തിട്ട് തന്നെ ഇരിപ്പുണ്ട്. പ്രസംഗത്തിനിടയിൽ ഇപ്പൊ അതെല്ലെങ്ങാനും അറിയാൻ പാടില്ലാണ്ടാണ് ഒന്നുമില്ല. എല്ലാം പ്രസിഡന്റാണ് ചമ്മി അടിച്ചവിടെ ഇരിക്കുന്നത്. എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ പള്ളിയിലെ ഖത്തീബിനോട് ഊളെന്ന് പറയുമ്പോൾ ഇത് മാത്രം ചിരിക്കാൻ കാര്യം എന്താ? അപ്പോൾ ഒരു പൊന്നുസ്താദ്, അപ്പൊ അവിടുത്തെ പള്ളി പ്രസിഡന്റിന്റെ ഇരട്ടപ്പേര് ഊളന്നാ. എനിക്കറിയാം സംഭവം നമുക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഓരോ നാട്ടിലും ഓരോ ഭാഷ ഉണ്ടാവും. ഇവിടെ പറയുന്ന ഭാഷയല്ല വേറെടുത്ത ഭാഷ. തിരുവനന്തപുരം ഭാഗത്ത് പോച്ചെന്ന് പറയും. അവരുടെ ഭാഷ തന്നെ ഒരു വല്ലാത്ത ഭാഷയാണ്. എന്തരടെ അപ്പി സുഖങ്ങളൊക്കെ തന്നെ, വെള്ളങ്ങളൊക്കെ കുടിച്ചാടെ, എല്ലാം ബഹുവചനമാണ്. ഞാൻ പൂന്തറയൊക്കെ ഓതുമ്പോൾ അവധി കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ഭക്ഷണം നൽകുന്ന വീട്ടിൽ അവരൊക്കെ ചോദിക്കും, അപ്പി സുഖങ്ങളൊക്കെ തന്നെ, നാട്ടില് എല്ലാം ബഹുവചനമാണ്. അത് സഹിക്കാം. പിന്നെ വീണ്ടും ചോദിക്കും, നാട്ടിൽ വാപ്പാമാർക്കൊക്കെ സുഖം തന്നെയുടെ. ഭാഷയിലുണ്ടാകുന്ന വളരെ ഗൗരവതരമായ, ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഞാൻ ഉള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾ ചിരിക്കണേന് ഞാൻ ഉത്തരവാദിയല്ല. അപ്പോൾ എന്നാലും അവർക്കൊരു ഗുണവും കൂടിയുണ്ട്. എത്ര വലിയവനാണെങ്കിലും അപ്പീന്ന് വിളിക്കൂ, നല്ല സ്നേഹമുള്ള വിളിയാണ്. പക്ഷെ തൃശ്ശൂർ നിങ്ങൾ എന്ന് നോക്ക്, അവർ ചോദിക്കണ കേട്ടാൽ നമുക്ക് വലിയ പേടി തോന്നും. ഒരു തൃശ്ശൂരുകാരൻ നമ്മളിവിടെ നിൽക്കുക, എന്തേ, അവര് ചോദിക്കണ വിളിക്കൊരു അകലമുണ്ട്. നമ്മളെന്താന്നല്ലേ. പക്ഷെ തിരുവനന്തപുരത്ത് നമ്മുടെ ഒരു അടുത്തോട് എന്താ അപ്പി, എന്തിരുടെ അപ്പി എന്ന് ചോദിക്കും. അതിനൊരു വാത്സല്യമുണ്ട്, അതിന് ചില പ്രശ്നങ്ങളുമുണ്ട്. അപ്പി എന്ന് പറഞ്ഞാൽ മലബാറിൽ നിന്നൊരു പയ്യൻ പെണ്ണ് കാണാൻ തിരുവനന്തപുരത്ത് വന്നു. അപ്പൊ പെണ്ണ് കൊണ്ടുപോയി ചായ ഒക്കെ കുടിച്ചു. ചെറുക്കനും കൂട്ടരും മലബാറുകാരാണ്. അപ്പൊ പെണ്ണിന്റെ ഉമ്മ വാതിലിൽ ചാരി എന്നിട്ട് പറഞ്ഞു, എന്റെ അപ്പി ഇട്ട ചായ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. കുടിച്ചവർ മുഴുവൻ ഛർദ്ദിച്ചു. മലബാർ അപ്പി എന്ന് പറഞ്ഞാൽ സാധനം സെപ്റ്റീവ് ടാങ്കിൽ പോണതാണ്. കുടിച്ചവർ മുഴുവൻ അതേപടി ഛർദ്ദിച്ചു.
ഇതിന് ഞാൻ ഖുർആന്റെ പരിഹാരം പറയട്ടെ. അള്ളാഹ് പറയുന്നു ഈ ഭാഷയിൽ എങ്ങനെ വ്യത്യാസം ഉണ്ടായി? വമിൻ ആയാത്തിഹി അൻ ഖലഖലക്കും വഖ്തിലാഫു അൽസിനത്തിക്കും വ അൽവാനിക്കും. നിങ്ങളുടെ നിറത്തിലും നിങ്ങളുടെ ഭാഷയിലും വ്യത്യാസമുണ്ടായത് അള്ളാഹുടെ വലിയ കുദറത്താണെന്ന് ഖുർആൻ മറുപടി പറയുന്നു. ഈ കേരളത്തിൽ താമസിച്ചോ മലയാളം പറയണം, തമിഴ്നാട്ടിൽ ചെന്നാൽ അതൊക്കെ മാറും, തമിഴായി. ഉത്തർപ്രദേശിൽ പോയാൽ പിന്നെ ഉറുദുവായി. ഇതാര് തീരുമാനിച്ചു ഇങ്ങനെ സംസാരിക്കണമെന്ന്? ഓരോരുത്തർ. അള്ളാഹു പറയുന്നു അത് അള്ളാഹുവിന്റെ കുദറത്താണ്. അപ്പൊ 300 പുല്ല് വെട്ടിയെടുക്കുക, എട്ടിട്ട് ആ 100 എണ്ണം വെച്ചിട്ട് ഈ ചൂല് മാതിരി ഒന്ന് കെട്ടുക, കെട്ടിയിട്ട് ആ 100 പുല്ലിന്റെ കെട്ട് വെച്ചിട്ട് ഭാര്യയെ ഒന്നടിക്കുക. അപ്പൊ എത്ര അടിയായി? 100 അടിയായില്ലേ? അള്ളാഹു നല്ല ഒരു സജഷനും പറഞ്ഞു കൊടുത്തു. പൊന്നു സഹോദരിമാരെ, ഇത് ഖുർആനല്ലേ? ഇത്ര നല്ല ഒരു സംഭവം നിങ്ങൾക്ക് എന്തേ ഖുർആൻ ഓതിയിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തത്? അങ്ങനെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ജീവിക്കുമ്പോൾ തൗഹീദ് പഠിക്കുകയും അയ്യൂബ് നബിയോട് ഒരിക്കലും റഹ്മാ ബീവി ചോദിച്ചു, അത്ര അയ്യൂബ് നബിയെ, നിങ്ങൾ അള്ളാഹുവിന്റെ വലിയ പ്രവാചകനല്ലേ? അള്ളാഹു നിങ്ങൾക്ക് ഇത്രത്തോളം പരീക്ഷണം തരുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹിനോടൊന്ന് പറഞ്ഞുകൂടെ ഈ പരീക്ഷണങ്ങളൊക്കെ ഒന്ന് മാറ്റിത്തരാൻ? അള്ളാഹു നിങ്ങൾക്ക് മാറ്റിത്തരുമല്ലോ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ മറുപടി എന്തെന്നോ? റഹ്മാ, എന്തിനാണ് ഞാൻ അള്ളാഹുവിനോട് എന്നെ പരിഭവവും പരാതിയും പറയുന്നത്? നീണ്ട 80 വർഷം അള്ളാഹു എനിക്ക് ആവോളം സുഖം കോരി വാരി തന്നില്ലേ? ഇനി 80 വർഷം അതിന് പകരം അള്ളാഹു എന്നെ ദുഃഖിപ്പിച്ചോട്ടെ, എനിക്കൊരു പരാതിയില്ല. ഞാൻ എന്തിനാ അള്ളാഹുവിനോട് പരിഭവം പറയുന്നത്? അയ്യൂബ് നബി ചോദിച്ചു ഭാര്യയോട്, 80 വർഷം അവൻ എനിക്ക് നന്നായിട്ട് സുഖവും അനുഗ്രഹവും വാരിക്കോരി തന്നില്ലേ? ഇനി അതിനു പകരം 80 വർഷം അവൻ എനിക്ക് പരീക്ഷണം തന്നോട്ടെ, എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല, ഞാൻ അള്ളാഹുവിനോട് പറയാൻ ഒരു പരാതിയുമില്ല എന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മൾ പറയോ സഹോദരങ്ങളെ? നമ്മൾ പറയോ നമുക്കെല്ലാം കിട്ടി ഒരു നേരം പിടച്ചു പോയാ നിക്കരിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം എന്താ? ഇത്രയും നാൾ അള്ളാഹു തന്നതിനെ കുറിച്ച് ഓർക്കൂല. നന്ദി കെട്ടവൻ. ഒരു മനുഷ്യൻ തലവേദനയാണെന്ന് പറഞ്ഞ് തലയിൽ കെട്ടിക്കൊണ്ട് വരുന്നു. റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ വഴി വെച്ച് കണ്ടു. എന്തു പറ്റി? തലവേദനയാണ്. റാബിയത്തുൽ അദവി വിളിച്ചട, നന്ദി കെട്ടവനെ, ഇത്രയും നാൾ നിന്റെ തലയ്ക്ക് ഒരു വേദനയും ഇല്ലാതിരുന്നിട്ട് എന്റെ തലയ്ക്ക് വേദനയേ ഇല്ല എന്ന് ലോകത്തോട് പറയാൻ നിനക്കൊരു അടയാളം വെക്കണമെന്ന് തോന്നിയില്ലല്ലോ. ഇപ്പൊ ഒരു നേരം തലയ്ക്ക് വേദന വന്നപ്പോൾ അല്ല എനിക്ക് തലവേദന തന്നു എന്ന് ലോകത്തെ അറിയിക്കാൻ വേണ്ടി അടയാളവും കെട്ടിവെച്ചുകൊണ്ട് നടക്കുന്ന നന്ദി കെട്ടവനെ എന്ന് ചോദിച്ചു റാബിയത്തുൽ അദവിയ റളിയല്ലാഹു. നമുക്ക് കിട്ടാത്തതിനെ കുറിച്ചാണ് വേവലാതി, കിട്ടിയതിനെ കുറിച്ച് നമുക്കൊരു വലിപ്പവും ഉണ്ടാകാറില്ല. അവസാനം ഇത്രയേറെ മാരകമായ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. എങ്ങനെയാ ദുആ ചെയ്തത്? നിത്യജീവിതത്തിന്റെ ഏറ്റവും നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. എങ്ങനെയാണ് ദുആ ചെയ്തത്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നത് കേൾക്കുക. വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ളുർറു വഅന്ത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ 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 അന്നീ മസ്സനിയൽ ളുർറു, എന്റെ ജീവിതത്തിൽ ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്, എനിക്കൊരു വല്ലാത്ത വിപത്ത് വന്ന് പെട്ടുപോയി തമ്പുരാനെ. അല്ലാഹുവേ വഅന്ത അർഹമുർ റഹീമീൻ, അല്ലാഹുവേ നീ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. നീയാണെങ്കിലോ നിന്റെ അടിമകളോട് ഏറ്റവും കനിവുള്ളവനാണല്ലോ തമ്പുരാനെ. അയ്യൂബ് നബിയുടെ ദുആ പഠിപ്പിക്കുകയാണ് ഖുർആൻ. അള്ളാഹു പഠിപ്പിക്കുക. ദുആ ചെയ്യുന്നതിനും ഒരു മാന്യതയുണ്ട്. അയ്യൂബ് നബി എന്താ ദുആ ചെയ്തത്? അല്ലാഹുവേ അന്നീ മസ്സനിയ ദുർറു, ഞാനൊരു വലിയ വിഷമത്തിലാണ്, നീ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒരു വിഷമം ഉണ്ടാകൂല അല്ലാഹുവേ. നീയാണെങ്കിലോ വഅന്ത അർഹമുർ റഹീമീൻ, നീ അടിമകളോട് ഏറ്റവും കരുണയുള്ളവനാണ്. അല്ലാഹുവേ നീ എനിക്ക് മാറ്റി തരണോന്ന് പോലും അയ്യൂബ് നബി പറഞ്ഞില്ല. അയ്യൂബ് നബിയുടെ ദുആ എങ്ങനെയാ? എന്റെ പൊന്നു സഹോദരങ്ങളെ, ദുആ ചെയ്യുമ്പോൾ ചില ദുആ അല്ലാഹുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും. അതെന്താ? വിനയത്തോടെ, പടച്ചോനെ എനിക്കൊരു വലിയ വിഷമത്തിലാണ് ഞാൻ, നീ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കൂല, നീയാണെങ്കിലോ വഅന്ത അർഹമുർ റഹീമീൻ, നീ വലിയ കരുണയുള്ളവനാണ് അല്ലാഹുവേ, മാറ്റി തരണോന്ന് പോലും പറഞ്ഞില്ല. നമ്മളെങ്ങനെയാ? പടച്ചവനെ മാറ്റിത്ത അല്ലാഹുവേ എന്ന് പറഞ്ഞ 4 നിലവിളിയും ബഹളം. അയലോക്കത്തുള്ളവനെ കിടക്കാൻ പറ്റൂല, അടുത്ത് കിടക്കണവനെ കിടക്കാൻ പറ്റൂല, ഈട്ടിയും ബഹളവും. അല്ലാഹു പറഞ്ഞതെന്താ? ادعوا ربكم تضرعا وخفيا دون الجهر من القول بالغدو والآصال ولا تكن من الغافلين.
ഉദൂ റബ്ബക്കും തളർറുഅൻ വഖുഫിയ, നിങ്ങളുടെ അല്ലാഹുവിനെ വിനയത്തോടെ സാവധാനത്തിൽ നിങ്ങൾ വിളിക്കീൻ. ദൂനൽ ജഹരി മിനൽ ഖൗലി, ഉറക്ക വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ദുആ ചെയ്യുന്നതിനും ഒരു മാന്യതയുണ്ട്. അള്ളാഹിനോട് ചോദിച്ചു, അല്ലാഹുവേ പടച്ചതമ്പുരാനെ, നീ കരുണയുള്ളവനാണല്ലോ അല്ലാഹ്. കേക്കീൻ സഹോദരങ്ങളെ, ഇതാണ് തൗഹീദ്. ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളിലും അള്ളാഹിനെ ഓർക്കണം. അള്ളാഹുവിന് അയ്യൂബ് നബിയുടെ ദുആ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു വലിയ ചരിത്രം വിതൽ വിടത്തുകയാണ്. അയ്യൂബ് നബിയുടെ ദുആ അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അള്ളാഹു പറഞ്ഞു, അയ്യൂബേ നിന്റെ ദുആ ഞാൻ കേട്ടു. അയ്യൂബേ, എവിടെയാണ് അയ്യൂബേ നിൽക്കുന്നത്? അള്ളാഹുവേ മരുഭൂമിയിലാണ് തമ്പുരാനെ. അള്ളാഹുവേ മരുഭൂമിയിലാണ് തമ്പുരാനെ. അള്ളാഹു പറഞ്ഞു, അയ്യൂബേ ഉറുഖുൽ ബിരിജ്ലികാ, സൂറത്ത് സ്വാദിൽ കാണാം. അള്ളാഹു പറഞ്ഞു, അയ്യൂബേ നിന്റെ കാലുകൊണ്ട് മരുഭൂമിയിലും മെല്ലെ ഒന്ന് വരക്കുക. അയ്യൂബ് നബി മരുഭൂമിയിലും മെല്ലെ ഒന്ന് കാലുകൊണ്ട് വരക്കുമ്പോ ഒരു ജലസാന്നിധ്യത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാതെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഊഷരഭൂമിയുടെ നടുവിലതാ ഒരു ജലത്തിന് നീ പൊട്ടിയൊലിക്കുകയാണ്. അയ്യൂബ് നബി എന്ന ആ പ്രവാചകന്റെ കാൽപ്പാടം തൊടയാൻ താമസം മരുഭൂമിയുടെ നടുവിൽ ഒരു ജലസരിത്ത് നിർഗളിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ അള്ളാഹു പറഞ്ഞു, അയ്യൂബേ 40 അടി കൂടി മുമ്പോട്ട് നടക്കുക. അയ്യൂബ് നബി 40 അടി കൂടി മുമ്പോട്ട് നടന്നു. ഒന്നുകൂടി കാലൊന്ന് സ്പർശിക്കയ്യൂബേ. അയ്യൂബ് നബി രണ്ടാമതും കാലുകൊണ്ട് മരുഭൂമിയിലൊന്ന് സ്പർശിച്ചപ്പോ മരുഭൂമിയിൽ രണ്ടാമത്തെ ജലസരിത്ത് നിർഗളിച്ചു. 2 നീരുറവകൾ മരുഭൂമിയിലൂടെ ഒലുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിന്റെ റബ്ബാരെന്നറിയുമോ? മരുഭൂമിയുടെ നടുവിൽ നിന്ന് നീരുറവ സൃഷ്ടിക്കാൻ കഴിവുള്ള നിന്റെ റബ്ബുണ്ടല്ലോ. കരിമ്പാറക്കെട്ടിൽ നിന്ന് പാല് ചുരത്തുന്ന ഒട്ടകത്തെ സൃഷ്ടിക്കാൻ കഴിവുള്ള നിന്റെ തമ്പുരാൻ. അല്ലാഹു പറഞ്ഞു, അയ്യൂബേ ഉറുഖുൽ ബിരിജ്ലികാ, നിന്റെ ശരീരം മുഴുവന് പടുത്തു വിറങ്ങലിച്ച് നിൽക്കുകയല്ലേ? ആ കാലുകൊണ്ട് പച്ചവെള്ളത്തിലൊന്ന് മുക്കയ്യൂബേ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അത്ഭുതത്തോടെ റബ്ബിനോട് ചോദിച്ചുവത്രേ. അള്ളാന്റെ ഖുർആനാണ്. അല്ലാഹുവേ മാരകമായ രോഗം മാറാൻ പച്ചവെള്ളത്തിൽ കാല് മുക്കിയാൽ എങ്ങനെയാണ് അല്ലാഹുവേ മാറുന്നത്? ഹദാ മുഗ്തസലുൻ ബാരിദും വശറാബ്, ഇത് കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്ന പച്ചവെള്ളമല്ല റബ്ബേ. അയ്യൂബ് നബിയെ സംബന്ധിച്ചോളം പച്ചവെള്ളത്തിന് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് കുടിക്കാൻ കൊള്ളാം, മറ്റൊന്ന് കുളിക്കാൻ കൊള്ളാം. മൂന്നാമതൊരു ഉപയോഗമുണ്ടോ തമ്പുരാനെ? എന്തിനാണ് സഹോദരങ്ങളെ സംശയിക്കുന്നത്? എന്തിനാണ് റബ്ബിന്റെ കുദറത്തിൽ സംശയിക്കുന്നത്? എന്തിന്? അള്ള പറഞ്ഞു, പച്ചവെള്ളത്തിലേക്ക് കാലുമുക്ക്. ഞാനല്ലയോ നിന്നോട് പറഞ്ഞത്? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പച്ചവെള്ളത്തിൽ കാലുകുത്തേണ്ട താമസം അയ്യൂബ് നബിയുടെ മാരകമായ രോഗം മുഴുവനും അപ്രത്യക്ഷമായി. അയ്യൂബ് നബിയുടെ പഴയ സൗന്ദര്യം തിരിച്ചു കിട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅൻസലല്ലാഹു ജറാദൻ മിനൽ ദഹബ്, അല്ലാഹു സ്വർണ്ണത്തിന്റെ വെട്ടുകിളി ഇറക്കി കൊടുത്തു. പഴയ സുഭിക്ഷതയിലേക്ക് അയ്യൂബ് നബി കടന്നു വരികയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗഹീദ് പറയുമ്പോ, അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോ, ആരാ അയ്യൂബ് നബി മാരകമായ രോഗം ബാധിച്ചിട്ട് കിടക്കുമ്പോ മരുഭൂമിയുടെ നടുവിൽ നിന്ന് അയ്യൂബ് നബിയുടെ മാരകമായ രോഗത്തിന് ശിവ നൽകാണ്. മരുഭൂമിയിൽ മരുപ്പച്ച ഉണ്ടാക്കിയ, മരുഭൂമിയുടെ നടുവിൽ നീരുറവ സൃഷ്ടിച്ച നിന്റെ റബ്ബുണ്ടല്ലോ. സമൂദ് ഗോത്രം ബഹുമാനപ്പെട്ട സാലിഹ് നബിയോട് ദിട്ടാന്തം ചോദിച്ചപ്പോ കരിമ്പാറക്കെട്ടിന്റെ നടുവിൽ നിന്ന് പാല് ചുരത്തുന്ന ഒട്ടകത്തെ സൃഷ്ടിക്കാൻ കഴിവുള്ള നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജലപ്രളയം ഉണ്ടായത് എവിടെ നിന്നാ? എവിടെയാ സമൂഹമേ ചരിത്രത്തിന്റെ ഗതിപഥങ്ങൾ മറന്നു പോകുന്നത്? എന്താ? ഇപ്പോഴും ഇറാഖിൽ പോയാൽ കാണാം, റൊട്ടിക്കച്ചവടക്കാരന്റെ അടുപ്പിൽ നിന്നല്ലേ ജലപ്രളയം ഉണ്ടായത്. സാധാരണ അടുപ്പിൽ നിന്ന് തീയല്ലേ വരിക, പക്ഷേ റൊട്ടിക്കച്ചവടക്കാരന്റെ അടുപ്പിൽ നിന്ന് ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ, വഫാറ തന്നൂർ പറയുന്ന തന്തൂറടുപ്പിന്റെ ഉള്ളിൽ നിന്ന് ഈ ലോകത്തെ മുഴുവനും മുക്കിക്കളയാണ് ഒരു റൊട്ടിക്കച്ചക്കടവരക്കാരന്റെ തീ കനലുകളുടെ ഇടയിൽ നിന്ന് പച്ചവെള്ളത്തിന്റെ പ്രവാഹം സൃഷ്ടിച്ച നിന്റെ റബ്ബുണ്ടല്ലോ. ആകാശത്ത് നിന്ന് ഈസാ നബിക്കും ആയുധ ഇറക്കി കൊടുത്ത നിന്റെ റബ്ബുണ്ടല്ലോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
നിന്റെ ജീവിതത്തിന്റെ സർവ്വപ്രയാസങ്ങൾ പറയാൻ കഴിയുന്ന, നിന്റെ ജീവിതത്തിന്റെ ആകുലതകളും വ്യാകുലതകളും പറയാൻ കഴിയുന്ന, പച്ചവെള്ളത്തിൽ കാലുമുക്കിയപ്പോൾ രോഗത്തിന് ശിഫ നൽകിയതിന്റെ തമ്പുരാൻ. എന്തേ സഹോദരാ, പ്രയാസങ്ങൾ വരുമ്പോ, പരീക്ഷണങ്ങൾ വരുമ്പോ അള്ളാനെ മറന്നുപോയതെന്താ? റബ്ബിനെ മറന്നുപോയതെന്താ? അയ്യൂബ് നബിയുടെ മാരകമായ രോഗത്തിന് ശിഫ കൊടുത്ത റബ്ബിനെ മറന്നുപോയതെന്താ? എന്റെ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് പറയാൻ കഴിയാത്തത്. 120 വയസ്സിലല്ലേ സക്കരിയ നബിക്ക് അല്ലാഹു മക്കളെ കൊടുത്തത്. 98 വയസ്സിലല്ലേ അശാബിന്ദ് ഫാക്കൂദ് ഗർഭം ധരിച്ചത്. 120 വയസ്സുള്ള സക്കരിയ നബിക്ക് മക്കളെ കൊടുക്കാൻ അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ, ലോകത്താർക്കാണ് അതിന് പകരം ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയുക? അള്ളാഹു ഒരാൾ പ്രസവിക്കണ്ടാണ് തീരുമാനിച്ചാൽ ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് യഹബു ലിമൻ യശാഉ ഇനാഥാ വയഹബു ലിമൻ യശാഉ ദുകൂർ. അള്ളാഹു പറഞ്ഞു, ചിലർക്ക് ഞാൻ പെൺകുട്ടികളെ നൽകും, ചിലവർക്ക് ഞാൻ ആൺകുഞ്ഞുങ്ങളെ നൽകും. ഔ യുസവ്വിജുഹും ദുക്റാനം വ ഇനാഥാ, ചിലർക്ക് ഞാൻ ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും നൽകും. നാലാമത് അല്ലാഹു ഒന്നുകൂടി പറഞ്ഞു, വയജഅലു മൻ യശാഉ അഖീമാ, ഉദ്ദേശിക്കുന്ന ചിലരെ ഞാൻ പ്രജനന ശേഷി നഷ്ടപ്പെട്ട വന്ധ്യകളാക്കി മാറ്റിക്കളഞ്ഞേക്കാം, മലടികളായി ഞാൻ ആ പെണ്ണിനെ മാറ്റിക്കളഞ്ഞേക്കാം. ആർക്കാണ് അവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയുക? ആർക്കാണ് കുഞ്ഞിനെ കൊടുക്കാൻ കഴിയുക? പാത്തുവൈൻഡർ സോജേണറും ചന്ദ്രനിലേക്ക് പോകട്ടെ, പക്ഷെ ഒരു മനുഷ്യ കുഞ്ഞിനെ ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ ആർക്കാണ് കഴിയുന്നതെന്ന് റബ്ബ് ചോദിക്കുമ്പോ 10 ഗ്യാലൻ വെള്ളവും 7 ബാർ സോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊഴുപ്പും 9000 പെൻസിലുകൾക്കുള്ളിലെ കാർബണും 2200 തീപ്പെട്ടിക്കോലുകൾക്കുള്ളിലുള്ള ഫോസ്ഫറസും ഒരു സാമാന്യം വലിയ ആണിയിലുള്ളത്ര ഇരുമ്പും ഒരു കോഴിക്കൂട് വെള്ളയെടുക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും ശരിയായ അനുപാതത്തിൽ കൂട്ടിക്കുടച്ചാൽ കൃത്രിമമായിട്ടൊരു മനുഷ്യ ശരീരം ഉണ്ടാക്കാമെന്ന് ശാസ്ത്രം പറയുമ്പോ ആർക്കാ ആ മനുഷ്യ ശരീരത്തിൽ ഉമ്മാന്റെ ഗർഭാശയത്തിൽ മുളപ്പിക്കാൻ കഴിയുക? അല്ല കൊടുക്കണ്ടെന്ന് തീരുമാനിച്ച, പക്ഷെ അള്ളാഹുടെ ഖുർആൻ പറയുന്നു 120 വയസ്സിൽ ഒരു പെണ്ണ് പ്രസവിച്ചു. ഇല്ലേ? പെണ്ണ് പ്രസവിച്ചില്ലേ? അയ്യോ, ബഹുമാനപ്പെട്ട സക്കരിയ നബിക്ക് വയസ്സെത്ര? 120. റബ്ബിനെ കുറിച്ച് അറിയണം സഹോദരങ്ങളെ. ഒരു മനുഷ്യന്റെ കുഞ്ഞിനെ ഒരു ഉൽപ്പാദിപ്പിക്കാൻ ആർക്കാ പറ്റുക? ഒരു മനുഷ്യ ശരീരം ഉണ്ടാക്കുക, ഒരു മനുഷ്യരുണ്ടാക്കുക ഒരു പാടുമില്ല. 10 ഗ്യാലൻ വെള്ളവും 7 ബാർ സോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊഴുപ്പും 9000 പെൻസിലുകൾക്കുള്ളിലെ കാർബണും 2200 തീപ്പെട്ടിക്കോലുകൾക്കുള്ളിലുള്ള ഫോസ്ഫറസും ഒരു സാമാന്യം വലിയ ആണയിലുള്ളത്ര ഇരുമ്പും ഒരു കോഴിക്കൂട് വെള്ളയടിക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും ശരിയായ അനുപാതത്തിൽ കൂട്ടിക്കൊടുത്താൽ മനുഷ്യന്റെ ശരീരമായി. ഇത് നൂഡിൽസ് ഉണ്ടാക്കാനുള്ള ചേരുവയല്ല പറഞ്ഞത്, അന്തം വിട്ടേക്ക് അതിന്റെ കുക്കറി ഷോയ. 10 ഗ്യാലൻ വെള്ളം, ഇത്രയും സാധനം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കാം. പക്ഷേ ആ ശരീരത്തെ വെളിയിൽ വെച്ച് വെറുതെ അനങ്ങാത്തൊരു ബോഡി ഉണ്ടാക്കാന്നല്ലാതെ ആ മനുഷ്യ ശരീരത്തെ ഒരു മാതാവിന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ ഒരൊറ്റ പ്രാവശ്യം ഒരു പുരുഷന്റെ ഇന്ദ്രിയം മാതാവിന്റെ 8 സെന്റിമീറ്റർ നീളമുള്ള 9 മില്ലിലിറ്റർ വ്യാപ്തിയുള്ള 140 ഗ്രാം തൂക്കമുള്ള ഒരു പയർമണിയുടെ ആകൃതിയിലിരിക്കുന്ന അണ്ടാശയത്തിലേക്ക് ഒരു പ്രാവശ്യം ഒരു പുരുഷൻ ശ്രവിക്കുമ്പോൾ 20 കോടി ബീജങ്ങളാണ് ഒരു ചെറിയ ഞരമ്പിലൂടെ കടന്നു പോകുന്നത്, ഒരു ചെറിയ ഇരുട്ടറയിലൂടെ. ആ 20 കോടി ബീജങ്ങളിൽ നിന്ന് ഒരു ബീജം എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം. ആ കോശം ഒരു മൊട്ടുസൂചിയുടെ മൊനമ്പിന്റെ വലിപ്പം പോലുമില്ലാത്ത 20 കോടിയോളം വരുന്ന ബീജങ്ങൾ 4 മില്ലിലിറ്റർ പോലും വ്യാപ്തിയില്ലാത്തൊരു ചെറിയ ഇരുട്ടറയിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് ഒരു ബീജത്തെ മാത്രം തെരഞ്ഞെടുത്ത് ബാക്കി 19,99,999,999 ബീജങ്ങളെ നശിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഒന്നിനെ തെരഞ്ഞെടുത്ത് അത് മാതാവിന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിലാക്കി വെച്ചിട്ട് ആ മാതാവിന്റെ ഉള്ളിൽ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ബീജം, ഈ കോശം വിഭജിച്ച് ആ വിഭജിച്ച കോശം ഒരു ഭ്രൂണമായി വളർന്ന് അത് വളരുമ്പോൾ ഗർഭാശയത്തിന്റെ ഉള്ളിൽ വളർന്നു വരുന്ന കുഞ്ഞിന് സൂര്യപ്രകാശം നേരിട്ട് ഉമ്മാന്റെ ഗർഭാശയത്തിലടിച്ചിട്ട് ക്യാൻസർ വരാതിരിക്കാൻ അതിനെ 3 സഞ്ചി കൊണ്ട് പൊതിഞ്ഞ് ആംനിയോൺ, കോറിയോൺ, പ്ലാസൻഡ എന്നു പേരുള്ള 3 സഞ്ചി യഖ്ലുഖുക്കും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ളുലുമാത്തിൻ സലാസ്. ഖുർആൻ പറഞ്ഞു 3 ആവരണം
ആവരണമുണ്ട് ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ. അങ്ങനെ 3 ആവരണം കൊണ്ട് പൊതിഞ്ഞ് ഗർഭധാരണ നടക്കുമ്പോൾ 1 സ്പൂൺ ദ്രാവകം മാത്രം കൊള്ളാൻ വലിപ്പമുള്ള മാതാവിൻ്റെ ഗർഭാശയത്തെ 9 മാസവും 10 ദിവസവും പ്രായമായി കഴിയുമ്പോൾ 5 ലിറ്റർ വെള്ളം കൊള്ളാൻ വ്യാപ്തി വലുതാക്കി, കുഞ്ഞു വലുതാകുന്നതിനനുസരിച്ച് ഗർഭാശയത്തെ വലുതാക്കി അവസാനം 9 മാസവും 10 ദിവസവും ആയിക്കഴിയുമ്പോൾ അവൻ്റെ എല്ലുകൾ മുഴുവനും താഴേക്ക് ഉമ്മയുടെ ഗർഭാശയത്ത് വെളിയിലോട്ട് വരാൻ വേണ്ടി തലയോട്ടിയുടെ എല്ല് ഒന്നിൻ്റെ മുകളിലേക്ക് ഒന്നായിട്ട് നിരങ്ങിക്കയറി അവൻ്റെ തല സ്വയമേ ചെറുതായി മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെളിയിലോട്ട് വരുന്ന ഒരു കുഞ്ഞിനെ ഇത്രയും വലിയ ജീവിതത്തിൻ്റെ സങ്കീർണമായ പാതകളിലൂടെ കൊണ്ടുപോകുന്ന തമ്പുരാനാരാ? അല്ലാഹ്ക്കല്ലാതെ ലോകത്താർക്ക കഴിയും? ഖുർആനാണ് ഈ പറഞ്ഞത്. എനിക്ക് സമയമില്ലല്ലേ ഞാൻ പറയാറ്. അള്ളാന്റെ ഖുർആനാ പറഞ്ഞ ഉമ്മാന്റെ ഗർഭാശയത്തേക്ക് കിടക്കുമ്പോൾ മോനെ, നിന്റെ ഉമ്മ ചിലപ്പോൾ നിന്നെ ഈ ടവലിലെടുത്ത് പൊതിഞ്ഞു വെക്കൂലോ, ഒറ്റ ടവലിൽ. അള്ള പൊതിഞ്ഞു വെച്ച 3 ടവലിലാ. എന്നിട്ടും പൊന്നു മോനെ, അള്ളഹാനോട് നീ നന്ദികേട് കാണിച്ചല്ലോടാ. അള്ളഹാനോടൊരു നന്ദിയില്ലല്ലോ. ഖൽഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാത്തിൻ സലാസ്. 3 ഇരുട്ടറ. ആംനിയോൺ, MBBS പഠിക്കുന്ന കുട്ടികളുണ്ട്, ചോദിക്കുക. ആംനിയോൺ, കോറിയോൺ, പ്ലാസന്റ. ഈ 3 ആവരണം ഒന്നുകൊണ്ട് പൊതിഞ്ഞാലും പറ്റൂല. അള്ള രണ്ടാമത് ഒരു തുണിയും കൊണ്ടുകൊണ്ട് നമ്മളെ പൊതിഞ്ഞു, 3ാമതും പൊതിഞ്ഞു സുരക്ഷിതമാക്കി ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചിട്ട് നീ വെളി വന്നിട്ട് എന്തടാ ഒരു 5 വക്കത്ത് നിസ്കരിക്കാത്തത്? നിന്നേക്കാൾ വലിയ നന്ദി കെട്ടവനാരാ? എന്നിട്ട് നിനക്ക് പടച്ചോ എനിക്ക് മാത്രം ഒന്നും തന്നില്ല, അവനെല്ലാം ഭാര്യ കോരി കൊടുത്തു. അള്ള പറഞ്ഞു, നീ എന്നെ ഓർക്ക്, ഞാൻ നിന്നെ ഓർക്കാം. അയ്യൂബ് നബി ദുഃഖം വന്നപ്പോൾ ഓർത്തു. അയ്യൂബ് നബിയുടെ രോഗം എന്താ? നിങ്ങൾ ഈ ഫ്രീസറിൽ വെച്ച ബ്ലോക്ക് കോഴി ഇരിക്കണമാതിരി ഇരിക്കണം, ഒരു അനക്കമില്ലാത്ത എന്താ? അയ്യൂബ് നബിയുടെ രോഗം ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് പോയാൽ നിങ്ങളിരുന്ന് ഉറങ്ങും. മണി 12 അതുകൊണ്ടായി ഇടയ്ക്ക് ചോദിക്കണം, ഒന്നൊന്ന് ഉസാറാവട്ടെ. അടക്കന്മാർ മലബാറി പറഞ്ഞ ഒന്ന് ഉസാറാവട്ടെ. അയ്യൂബ് നബിയുടെ രോഗം അള്ളാഹു മാറ്റിക്കൊടുത്തു. നിങ്ങൾ അപ്പം എന്നോട് പറയാം, എൻ്റെ പൊന്നുസ്താദെ, ഞാൻ പെട്ടിരിക്കണ കെണിയുണ്ടല്ലോ, അതിപ്പോൾ ഇങ്ങനെയൊന്നും ദിക്ർ ചെല്ലാലൊന്നും മാറൂല, ദുആ ചെയ്താലും മാറൂല, അത്രയ്ക്ക് വലിയ കെണിയിലാണ് ഞാൻ പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മറുപടിയും. രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലാത്ത കെണിയിൽപ്പെട്ട പോയ ഒരു മനുഷ്യനെ അള്ളാഹു രക്ഷപ്പെടുത്തി. കേക്കിൻ ഖുർആൻ. നിങ്ങൾ എവിടെയാ റബ്ബിനെ മാറ്റി നിർത്തുന്നത്? അള്ളാഹിനെ ഏത് കാര്യത്തിലാണ് മാറ്റി നിർത്തുന്നത്? ഈ കാര്യം അള്ളാഹുടെ അടുത്ത് ദുആ ചെയ്തിട്ട് കാര്യമില്ല. ഇതിനിപ്പോൾ മറ്റേ പരിപാടി നോക്കിയേ പറ്റൂ. ഇതിനിപ്പോൾ മറ്റേ പരിപാടി നോക്കി പറ്റും. ഏതോട്ടെ ഡോക്ടർ കളരിത്തൊടി ഉസ്മാന്റെ ഹൈക്കലി സിഹാബ്. ഡോക്ടർ കളരിത്തൊടി ഉസ്മാന്റെ ഹൈക്കലി സിഹാബ് അരേ വെച്ച് കെട്ടിക്കൊണ്ട് കിടക്കല്ലേ, 40 ദിവസം കെട്ടിയ. അല്ല കാത്തു, ഞാനൊത്ത് ജപ്പാൻ ഇതിന്റെ അടുത്താണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആനാണ് നമ്മളോട് പറയുന്നത്, അള്ളയാണ് പറയുന്നത്. കളരിത്തൊടി ഉസ്മാന്റെ ഹൈക്കലിസിയ ഇന്റർനെറ്റിൽ പരസ്യം കണ്ടില്ലേ? വാങ്ങിച്ചു കെട്ടിയ 40 ദിവസം കെട്ടിയാൽ കോടിപതിയാവും. എന്നാ പിന്നെ അയാൾ ആദ്യം കെട്ടിയാൽ പോരായിരുന്നു, ഇത് വിൽക്കാൻ നടക്കണോ? ഇവിടെ പകയാ നിനക്ക് ഒന്ന് ചിന്തിച്ചു പോരെ. അയാൾ ഇത് കെട്ടിയിട്ട് 40 ദിവസം നടന്ന് അവൻ കോടിപതിയാവില്ല, പിന്നെ അയാൾ ഇത് വിൽക്കാൻ വേണ്ടി നടക്കണം. പോലീസ് കേസായി, എന്തൊക്കെ പുലിവാലായി, പോലീസും പിടിച്ച്. ഇത് അവസാനം പണ്ടാരോ പറഞ്ഞാൽ, ഉത്സവപ്പറമ്പിൽ പറഞ്ഞാൽ 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4, കാലി അടിച്ചാൽ കമ്പനിക്ക്, പോലീസ് പിടിച്ചാൽ പിടലിക്ക് എന്ന് പറഞ്ഞ മാതിരിയായി. എന്നാ പിന്നെ ആദ്യം അവർക്ക് ചെയ്താൽ പോരെ? എത്ര പേരാ ചെയ്തത്? എന്റെ പൊന്നു സഹോദരങ്ങളെ, 5 വക്കത്ത് നിസ്കരിക്കാൻ നമുക്ക് പറ്റില്ല, നമുക്ക് കൈ നനയാതെ മീൻ പിടിക്കണം. അള്ളയൊക്കെ ഉണ്ട് ഉസ്താദെ, ഖുർആനാ നിങ്ങൾ പറഞ്ഞതൊക്കെ നമ്മൾ അംഗീകരിച്ചു. എനിക്ക് നിസ്കരിക്കാൻ പറ്റൂല, നോമ്പ് പിടിക്കാൻ പറ്റൂല, സക്കാത്ത് കൊടുക്കാൻ പറ്റൂല, ഒന്നും പറ്റൂല. പിന്നെ എന്ത് ചെയ്യണം? എനിക്ക് സർവ്വ ഐശ്വര്യം വരികയും ചെയ്യണം, എന്റെ രോഗം മാറുകയും ചെയ്യണം. അതങ്ങ് പൂനത്തിൽ കുഞ്ഞബ്ദുള്ളായിട്ട് പറഞ്ഞാൽ അത് ഇവിടെ നടക്കൂല. അള്ളാഹു പറയുന്ന ഒരു ഡിമാൻഡ് ഉണ്ട്. അള്ളാഹുവിനെ അള്ള തന്നെ പരിചയപ്പെടുത്തി തരിക. ഏത് വിഷയത്തിലാണ് നിനക്ക് റബ്ബിനെ മാറ്റി നിർത്തേണ്ടത്? നിങ്ങൾ പറയും, ഉസ്താദെ, ഞാൻ പെട്ടിരിക്കുന്ന വിഷയം അത് രക്ഷപ്പെടാൻ പറ്റൂല. രക്ഷപ്പെടാൻ വേണ്ടി 1000 സാധ്യത പോലുമില്ലാത്ത, ഒരു സാധ്യത പോലുമില്ലാത്ത അപകടത്തിൽപ്പെട്ട മനുഷ്യനെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ചരിത്രം പറയുന്നു വിശുദ്ധ ഖുർആൻ. അതുകൂടി പറഞ്ഞിട്ട് പറയാം. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്തു. പ്രസവിക്കാൻ സമയത്ത് ഒരു മനുഷ്യനുമില്ലാതെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ഒരു പെണ്ണിനെയാണ് അള്ളാഹു പറഞ്ഞത്, പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആരാ പറഞ്ഞത്? അള്ളയാ പറഞ്ഞത്. പക്ഷെ ആരാവണം? അള്ളാന്റെ അടിമയാകണം. അബുദുദീഗർ അബുദുഹു ചീസേ ദിഗർ മസറാപ്പ ഇന്തിസാറോ മുന്തസർ. അള്ളാടെ അടിമയാകണം. വേറെ ആരുടെ അടിമയായാ പോരാ. നമ്മൾ ഇന്ന് പലതിന്റെയും അടിമയാണ്. കേക്കീൻ, സമയം വളരെ സമയമായോ? നിർത്താൻ സമയമായ ഇല്ല? കൊള്ളാം.
നല്ല സ്നേഹമുള്ള ആളുകൾ. ഒരു ദിവസമല്ലേ പരമാവധി എന്നെ പിഴിഞ്ഞിട്ട് വിടാൻ. ഈ പാമ്പ് ഈ കൂടെ കാണാൻ തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ. അള്ളാഹു പറയുന്നു ഖുർആൻ വരിക സൂറത്ത് യൂനുസ്. അള്ളാഹു പറയുകയാണ്, ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈ ഖുർആന്റെ സന്ദേശം എത്തിക്കണം മനുഷ്യ മനസ്സുകളിൽ. ഇതിന്റെ സംഘാടകരായി വന്ന എന്റെ പൊന്നു ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ്, ഈ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഗ്രന്ഥമായി മാറണം. ഇതൊരു അഭിനിവേശമായി മാറണം. അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ തയ്യാറാകണം. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചുരുക്കി പറയാൻ, കഥ പറയൽ, ചരിത്രം പറയൽ എന്റെ വിഷയമല്ല. പക്ഷെ ഖുർആൻ ചരിത്രം പറയുന്ന എന്തിനാ? വെറുതെ അല്ല. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. ഖുർആൻ ചരിത്രം പറയുന്നതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. യൂനുസ് നബി നീനവ എന്ന് പറയുന്ന പ്രദേശത്ത് പ്രബോധനം നടത്തുകയാണ്. അവിടെ യൂനുസ് നബി ധാരാളം നാൾ വഅ്ള് പറഞ്ഞു. അവസാനം ഒരു മനുഷ്യൻ പോലും നന്നായില്ല. 40 വർഷം വഅ്ള് പറഞ്ഞു യൂനുസ് നബി. ഒരു മനുഷ്യൻ പോലും നന്നായില്ല, മാറിയില്ല. പിന്നെ അല്ല, ഞാൻ ഒരു ദിവസം ഇവിടെ പറഞ്ഞിട്ട്, യൂനുസ് നബി 40 ദിവസം പറഞ്ഞിട്ട് മാറിയില്ല. അവസാനം യൂനുസ് നബിക്ക് നിരാശയായി. യൂനുസ് നബി ഇനി ഇവന്മാര് നന്നാവൂല എന്ന് പറഞ്ഞ് അടുത്ത നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തുറമുഖത്തെത്തി. കപ്പലിൽ അങ്കൂരമിടുന്ന തുറമുഖം ധാരാളം കേട്ട സംഭവമാണ്, പക്ഷെ ഒന്നുകൂടി നിങ്ങൾ കേൾക്കുക. അങ്ങനെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിലോട്ട് കയറാൻ തീരുമാനിച്ചു. അള്ളാഹു ഏൽപ്പിച്ച ഒരു ദൗത്യത്തിൽ നിന്ന് അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ ഒരു പ്രവാചകൻ മാറൽ അവരെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ്. പാടില്ലാത്ത ഒരു കാര്യം ചെയ്ത യൂനുസ് നബി കപ്പലിൽ കയറി. കപ്പൽ, പായ്ക്കപ്പൽ, തിരമാലകളെ കീറിമുറിച്ച് കടലിന്റെ നടുവിലൂടെ, അലമാലകളുടെ നടുവിലൂടെ കപ്പൽ മുന്നോട്ട് പോകാൻ തുടങ്ങി. കപ്പൽ ഒത്ത മധ്യത്തിലെത്തി. മാനത്ത് കാറുകൾ ഒരുമിച്ച് കൂടി. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ പാളികൾക്ക് നിറം മാറിയതുപോലെ എവിടെ നിന്നൊക്കെ ഒരു ഹുങ്കാര ശബ്ദം. തിമിർത്ത് പെയ്യുന്ന മഴ, കാറ്റും കോളും ആഞ്ഞടിക്കാൻ തുടങ്ങി. കപ്പല് കാറ്റിലും കോളിലും പെട്ട് കപ്പല് കിടന്ന് ചാഞ്ചാടാൻ തുടങ്ങി. കപ്പിത്താൻ അന്നത്തെ ശൈഥില്യത്തിന്റെ ചിന്ത വിളിച്ചു പറഞ്ഞു, പാപിയായ ഏതോ ഒരു മനുഷ്യൻ ഈ കപ്പലിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് കടലമ്മ കോപിക്കുകയാണ്. ഈ കപ്പലിലുള്ള പാപിയെ എടുത്ത് വെളിയിലെറിഞ്ഞാൽ ബാക്കി എല്ലാവരും രക്ഷപ്പെടും. ആരാണ് പാപി എന്നറിയണം. ആരാണ് പാപി എന്നറിയാം. കപ്പലിലുള്ള ഒരാളെ എടുത്ത് വെളിയിലെറിഞ്ഞാൽ ബാക്കി എല്ലാവരും രക്ഷപ്പെടും. അതാണല്ലോ നല്ലത്. ഈ ഇന്ത്യക്കാരുടെ കൗടില്യം പറയുമ്പോൾ കേരളക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമാന്മാരാന്നാ പറയുന്നത്. കുരുട്ടുബുദ്ധി. ഗൾഫിൽ പോയി അറബീനെ വാറ്റുകാരുണ്ടാക്കാൻ പോലും പഠിപ്പിച്ച ആളുകളാണ് മലയാളികൾ. പാവ അറബിക്ക് അതറിഞ്ഞുകൂടാന്ന്. അവന് ഇംഗ്ലണ്ടിന്റെ സാധനം ഈ സ്വന്തം വാറ്റുകാരുണ്ടാക്കാൻ അറബിയെ പഠിപ്പിച്ച് കുടിപ്പിച്ചു കൊടുത്ത് മലയാളിയാണ്, അല്ലേ? അല്ലാതെ പറയാൻ പറ്റുമോ? അപ്പൊ ഈ മലയാളിയുടെ കുതന്ത്രം പറയുമ്പോൾ പണ്ടൊരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വിമാനം വരികയാണ്, ഒരു സാങ്കല്പിക കഥ. അപ്പൊ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ മുകളിലെത്തിയപ്പോൾ വൈമാനികൻ പറഞ്ഞു, ഇതിൽ 3 പേര് ഓവർലോഡാണ്, അതുകൊണ്ട് ഈ വിമാനം തകർന്ന് എല്ലാവരും മരിക്കും, അതുകൊണ്ട് 3 പേരെടുത്ത് വെളിയിൽ ചാടും. അപ്പൊ ഈ വിഷയം വിവാദമാവൂല. അതുകൊണ്ട് ഈ തന്റെ നാടിന്റെ യശസ് കാക്കാൻ വേണ്ടി ആദ്യം അവിടെ ഇരുന്നത് ഒരു അമേരിക്കക്കാരനാണ്. അവൻ ജയ് എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞെടുത്ത് അവൻ താഴോട്ടിയാണ്. രണ്ടാമത് അമേരിക്കാരൻ ചാടിയ പിന്നെ തൊട്ടടുത്തേക്കും റഷ്യക്കാരനാണ്. നാളെ എന്റെ നാടിനെ കുറിച്ച് ആളുകൾ വീരാഭിമാനത്തോടെ പറയണ്ടേ, ജയ് ലെനിൻ എന്ന് പറഞ്ഞ അയാളും എടുത്ത് താഴെച്ചാടി. പിന്നെ മൂന്നാമതുള്ള ഒരു ഇന്ത്യക്കാരനാണ്, പോരാത്തതിന് മലയാളി. അവനാണ് വാതിലിന്റെ സൈഡിൽ ഇരിക്കുന്നത്. അവര് വേണ്ടേ ചാടാൻ. എന്ത് ചെയ്യും? ചാടാൻ പറ്റുമോ? ചാടാതിരിക്കാൻ പറ്റുമോ? ഇപ്പൊ 4 വാർഡ് നോക്കിയിട്ട് ജയ് മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞ് തൊട്ടടുത്തിരുന്ന മൂക്ക് ചപ്പി ഒരു ചൈനീസുകാരൻ എടുത്ത് താഴെടുത്തിട്ട് എന്ന് പറഞ്ഞാൽ കപ്പല് നിറച്ച ആളുകളാണ്. ഒരാള് വെളിയിൽ പോയാൽ എല്ലാവരും രക്ഷപ്പെടും. പക്ഷെ ആരാണ് പാപി എന്നറിയണം. അവസാനം അവര് നറുക്കിടാൻ തീരുമാനിച്ചു. ഈ നറുക്ക് പണ്ട് മുതലേ ഉണ്ട്. ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടി നറുക്കിട്ട വിവാദമൊന്നും നമ്മൾ മറന്നിട്ടില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അവിടെ നറുക്കെടുപ്പ് നടന്നു. എല്ലാവരുടെയും പേരെഴുതിയിട്ട് നറുക്കിട്ടപ്പോൾ കിട്ടിയ പേരാരെന്നറിയോ? ബഹുമാനപ്പെട്ട യൂനുസ് ബിൻ നൂൻ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരാണ് വീണത്. യൂനുസ് നബി പറഞ്ഞു, ഞാൻ പാപിയല്ല. ആരും എന്നെ വലിച്ചെറിയരുത്. ഒന്നുകൂടി നറുക്കിടണം. രണ്ടാമത് നറുക്കിട്ടു. രണ്ടാമത് വന്ന പേര് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരാണ്. മൂന്നാമത് നറുക്കിട്ടു. മൂന്നാമത് വന്ന പേരും യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരാണ്. എല്ലാവരും കൂടി 2 കൈയിലും 2 കാലിലും തേക്കി കരയിലേക്ക് തിരമാലകളുടെ ആരവങ്ങൾ തലതല്ലി തിരിച്ചു പോകുന്ന പ്രക്ഷുബ്ധമായ കടലിലേക്ക് യൂനുസ് നബിയെ വലിച്ചെറിയുകയാണ്. കടലിന്റെ മുമ്പിലൂടെ കപ്പൽ മുന്നോട്ട് നീങ്ങി. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നമ്മുടെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാരും കടന്നു വരാത്ത, ഉച്ചത്തിലൊന്ന് നിലവിളിച്ചാൽ ഒരു മനുഷ്യൻ പോലും കേൾക്കാത്ത നടുക്കടലിന്റെ മധ്യത്തിൽ കിടന്ന് തള്ളിച്ചാടുകയാണ്.
സഹായിക്കുകയാണ്. ആരാണ് സഹായിക്കാനുള്ളത്? നിലവിളിച്ചാൽ നിലവിളി കേൾക്കുമോ? ആരെങ്കിലും സഹായിക്കാനുണ്ടോ? തിരമാലകളുടെ മുകളിലൂടെ യൂനുസ് നബി തത്തിക്കളിക്കുമ്പോ അതാ ഒരു നീലത്തിമിംഗലം പാഞ്ഞു വരുന്നു. അതാ ഒരു നീലത്തിമിംഗലം പാഞ്ഞു വരുന്നു. ആ നീലത്തിമിംഗലം വായ് പിളർത്തി യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തിമിംഗലത്തിന്റെ വായിലേക്ക് പോവുകയാണ്. തിമിംഗലത്തിന്റെ ഉദരത്തിലാണ്. ആ തിമിംഗലമാണെങ്കിലോ മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഊളിയിട്ടിറങ്ങി പോകുന്നു. എന്റെ ശബ്ദം കേൾക്കാൻ ചുറ്റും മൂലയിൽ തടിച്ചുകൂടിയ അള്ളാനെ കുറിച്ച് പറയുന്ന സദസ്, നമ്മുടെ ഉടമയെ കുറിച്ച് പറയുന്ന സദസ്, മനസ്സിലേറെങ്കിലും സംശയമുണ്ടെങ്കിൽ പൊന്നു സഹോദരങ്ങളെ, ഇപ്പോൾ യൂനുസ് നബി എവിടെയാ? ആരും കടന്നു വരാതെ പാരാവാരം പോലെ പരന്നെടുക്കുന്ന തിരമാലകളെ കരയിലേക്ക് തല തല്ലി തിരിച്ചു പോകുന്ന ആഴിക്കടലിന്റെ ഒത്ത മധ്യത്തിൽ നേരെ ആരാം കടലിന്റെ നാട് തിമിംഗലത്തിന്റെ വയറ്റിനുള്ളിൽ കിടക്കുകയാ. ആരാ സഹായിക്കാനുള്ളത്? രക്ഷപ്പെടാൻ കഴിയുമോ? രക്ഷപ്പെടാൻ കഴിയുമെന്ന നേരിയൊരു പ്രത്യാശ പോലുമില്ല. അത്രയും വലിയ അപകടത്തിൽ കിടക്കുകയാണ്. കടലിന്റെ അടിത്തട്ടില് തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്ന യൂനുസ് നബി ചെയ്തതെന്താ? അള്ളാന്റെ ഖുർആൻ തന്നെ പറയുന്നത് കേൾക്കുക. അള്ളാഹു തന്നെ പറയുന്നത് കേൾക്കുക. വദന്നൂനി ഇദ്ഹബ മുഗാളിബാ ഫലന്ന അല്ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിൽ ളുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. തനിക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് യൂനുസ് നബിക്ക് ഉറപ്പായപ്പോ ആഴിക്കടലിന്റെ അഗാധമായ ഗത്തത്തിൽ കിടക്കുന്ന നീലത്തിമിംഗലത്തിന്റെ വയറ്റിലിരുന്നിട്ട് യൂനുസ് നബി പറയാൻ തുടങ്ങി, ദിക്ർ ചെല്ലാൻ തുടങ്ങി. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരും വരാത്ത തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ കിടന്ന് ദിക്ർ ചെല്ലുകയാ. ആരാ ദിക്റിനെ നിഷേധിച്ചതാരാ? ദിക്ർ ചെയ്താൽ പ്രതിഫലമില്ലെന്ന് കരുതിയത് എവിടെയാ? ആഴിക്കടലിന്റെ തിമിംഗലത്തിന്റെ വയറ്റിനുള്ളിലിരുന്നിട്ട് അള്ളാന്റെ ഖുർആൻ പറഞ്ഞ ദിക്ർ ചൊല്ലിയപ്പോ 40 ദിവസം യൂനുസ് നബി ദിക്ർ ചൊല്ലുകയാണ്. അവസാനം 40ാമത്തെ ദിവസം എത്തുമ്പോ അള്ള പറഞ്ഞു, തിമിംഗലമേ ജലോപരിതലത്തിലേക്ക് തിരിച്ചു വരിക. ആ തിമിംഗലം ആരുടെയോ ആജ്ഞ കിട്ടിയതുപോലെ സമുദ്രത്തിന്റെ തീരത്തേക്ക് തിരിച്ചു വന്നു. എന്റെ യൂനുസിനെ വെളിയിലാക്ക് തിമിംഗലമേ. ഓ തിമിംഗലം ഒന്ന് വാവിളർന്നപ്പോ വയറ്റിന്റെ ഉള്ളിൽ കടന്ന യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടൽക്കരയിലേക്ക് തെറിച്ചു വീടുന്നു. കടൽക്കരയിലേക്ക് തെറിച്ചു വീടുന്നു. ആ തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ 40 ദിവസം കിടന്നത് കൊണ്ട്, വായു കടക്കാത്തത് കൊണ്ട് ശരീരത്തിന്റെ തൊലിയുടെ ഭാഗത്ത് ചെറിയ ചളിച്ചിലുണ്ടായി, അളിച്ചിലുണ്ടായി. അള്ളാഹു പറഞ്ഞു, യൂനുസേ ശരീരത്തിന്റെ പുറം ഭാഗത്ത് തൊലിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണമെന്നറിയോ? ഞാൻ പറയുന്നതല്ല, സൂറത്തു സാഫാത്ത് കേൾക്കുക. അള്ളാഹു കടൽക്കരയിൽ ഒരു ചെറിയ സസ്യത്തെ മുളപ്പിച്ചു കൊടുത്തു. ആ സസ്യത്തിന്റെ ഇലയെടുത്തിട്ടൊന്ന് സ്പർശിച്ചു കഴിഞ്ഞപ്പോ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോയെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രത്യാശ നൽകുകയാ. അവൻ നമുക്ക് തൗഹീദ് പഠിപ്പിച്ചു തരികയാ. അങ്കലത്തിന്റെ വയറ്റുള്ളിൽ പെട്ടപ്പോ ഇനി രക്ഷപ്പെടില്ല എന്ന് നിരാശയെങ്ങാനും കടന്നു വന്ന അല്ല തന്നെ പറയുകയാണ്, ഏതായാലും ഞാൻ നശിക്കുമെന്ന് കരുതി സർവ്വതും വിട്ടുകഴിഞ്ഞാൽ ഒരിക്കലും യൂനുസ് നബി വെളിയിൽ ഭാഗമായിരുന്നില്ല. അവിടെ ഇരുന്നിട്ട് ദിക്ർ ചെല്ലാൻ തുടങ്ങി. ദിക്റിന്റെ പവർ എന്താണെന്നറിയോ? ദിക്റിന്റെ പവർ എന്താണെന്നറിയോ? അല്ല തന്നെ പറയട്ടെ ദിക്റിന്റെ പവർ എന്താണ്. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിഥ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. യൂനുസ് എങ്ങാനും നിരാശ മനസ്സിൽ ബാധിച്ചിട്ട് ദിക്റെങ്ങാനും ചെയ്യാതിരുന്നുവെങ്കിൽ, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, തസ്ബീഹ് എങ്ങാനും ചൊല്ലാതിരുന്ന ലലബിഥ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാൾ വരെ തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ കിടന്നേനെ.
അള്ളാന്റെ ഖുർആൻ. എന്നാ ഞാൻ പെട്ടുപോയി, ഇനി രക്ഷപ്പെടൂല എന്ന് കരുതി നിരാശയോടെ മിണ്ടാതിരുന്നെങ്കിൽ ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, യൂനുസ് നബി എങ്ങാനും ഈ തസ്ബീഹ് ചെല്ലാതെ അവിടെ എങ്ങാനും ഇരുന്നിരുന്നെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസുൻ, ഖിയാമത്ത് നാൾ വരെ അതിന്റെ അകത്ത് കിടന്നേനെ, അവൻ പിന്നീട് മോചിതനാവൂല. എന്റെ സഹോദരങ്ങളെ, ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസമുണ്ടായി. പക്ഷെ അള്ളാഹുവിനോട് തസ്ബീഹ് ചെല്ലാതിരുന്നാൽ, നിസ്കാരത്തിന് ശേഷം തസ്ബീഹ് ചെല്ലാതിരുന്നാൽ, അള്ളാഹുവിനോട് ദുആ ചെയ്യാതിരുന്നാൽ അള്ളാഹു പറയുന്നു ഇല്ല, മാറ്റിത്തരില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ നിരാശ പാടില്ല, സഹോദരങ്ങളെ നിരാശ പാടില്ല. ഇൻഷാ അല്ലാഹ് ആത്മഹത്യയുടെ മുമ്പിൽ നിന്ന ഒരു പെണ്ണിനെ അല്ല പറഞ്ഞു നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. അള്ളാഹു ആത്മഹത്യ വ്യാപകമാവുകയാണ്. അതുകൂടി പറഞ്ഞിട്ട് ആ സംഭവം കൂടി പറഞ്ഞ് നമുക്ക് പിരിയാം. അതിനുമുണ്ട് സഹോദരങ്ങളെ, പതറിപ്പോകരുതേ. 1000 മാരക രോഗങ്ങൾ ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോ അള്ളാഹു നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും അള്ളാഹു മോചനം നൽകട്ടെ. പ്രശ്നങ്ങളില്ലാത്ത ആരാ ഉള്ളത്? പ്രയാസങ്ങളില്ലാത്ത ആരാ ഉള്ളത്? ഖുഷി ജിന്ദഗി की महलों में हमीम सो नहीं सकता, जिंदगी की नुकेली पत्थर के रास्ते पर चलना चाहिए. ഖുഷി ജിന്ദഗി की महलों में हमीम सो नहीं सकता. ജീവിതത്തിന്റെ പരവതാനി വിരിച്ച പൂവിന്റെ പരവതാനി വിരിച്ച പട്ടുമത്തയിൽ കിടക്കാനൊന്നുമല്ല അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്. ജിന്ദഗിക്ക് നുക്കേലി പത്തർക്കി രാസ്തേ പർ ചലനാ ചാഹിയേ. ജീവിതം എന്ന് പറഞ്ഞാൽ കൂർത്തു മൂർത്ത് കിടക്കുന്ന കല്ലിലും മുള്ളിലും ചവിട്ടി വേണം പോകാൻ. സഹോദരങ്ങളെ, അള്ളാഹുവിൽ വിശ്വസിച്ചിട്ട് മുമ്പോട്ട് പോകുകയും. എന്തിനാ നമ്മൾ നിരാശരാകുന്നത്? എന്തിനാ? ഒരു ഉറുദു ചിന്തകൻ പറഞ്ഞതുപോലെ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണെന്നാണ്. ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എപ്പോഴും അവന് ഇബാദത്ത് ചെയ്യാൻ അവന്റെ മലക്കുകൾ ഉണ്ടായിരുന്നു. മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും കാണുമ്പോൾ ഞാൻ ഓർക്കുന്നു, ജീവിതത്തിന്റെ ദുഃഖം പഠിപ്പിക്കാൻ വേണ്ടിയാണോ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഞാൻ കരുതി പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത്രയും നേരം കേൾക്കുന്നതിലല്ല, ജീവിതത്തിൽ ഒരു പ്രത്യാശ ഉണ്ടാവണം. എല്ലാം നഷ്ടപ്പെട്ട്, സാമ്പത്തികം നഷ്ടപ്പെട്ടവരുണ്ട്, കടബാധ്യതകൾ വന്നവരുണ്ട്, മക്കളെ ഓർത്ത് പരിതപിക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പൊന്നു സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതം വഴിമുട്ടി നിന്നിട്ട് മരിച്ചാൽ മതിയായിരുന്നു എന്നാഗ്രഹിച്ചിട്ടില്ലേ? ചിലപ്പോ അങ്ങനെ ആഗ്രഹിച്ച ഒരു പെണ്ണിനെയാണ് അള്ളാഹ് പറഞ്ഞു നീ പേടിക്കണ്ട, ഞാനുണ്ടെന്ന് പറഞ്ഞത്. ഖുർആൻ അള്ളാന്റെ ഖുർആനാണ്. ഈ നിശബ്ദമായി കേട്ടിരിക്കുന്ന സദസ്സ് തന്നെ അവന്റെ ജീവിതത്തിന്റെ പച്ചയായ ദുഃഖങ്ങളെയാണ് ഞാൻ തൊടുന്നത്. ഇത് അറ്റ്ലാന്റിക്കിന്റെയും പസഫിക്കിന്റെയും കഥയല്ല. ഇത് യുറാനസിന്റെയും നെപ്റ്റ്യൂണിന്റെയും വിഷയമല്ല. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ കൺമുന്നിൽ, അവന്റെ കുടുംബത്തിന്റെ 4 ചുവരുകളുടെ ഉള്ളിൽ അനുഭവിക്കുന്ന അവന്റെ നിത്യജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ തൊട്ട പരമാർത്ഥങ്ങളാണിത്. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ ഈമാനോടെ നിലനിൽക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എന്തിനാണ് സഹോദരങ്ങളെ ഭയക്കുന്നത്? നീ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും പാരാവാരം പോലെ പരന്നൊടുകുന്ന കടലിന്റെ നടുവിലൂടെ ഒരു കൊതുമ്പ് വള്ളം തുടഞ്ഞുകൊണ്ട് നീ മുമ്പോട്ട് പോകുമ്പോൾ കാറ്റും കോളും തിരമാലകളും പ്രക്ഷുബ്ധമായി കടലിന്റെ നടുവിൽ നിന്റെ കൊതുമ്പ് വള്ളം തിരമാലയുടെ നടുവിൽ കടന്നിട്ട് ചാഞ്ഞിട്ട് നീ ഏകനായി കടലിൽ കടന്നാലും പൊന്നുമോനെ ഭയപ്പെടരുത്. എന്തിനാ ഭയപ്പെടുന്നത്? ദിൽ തേര അന്ദേശ തൂഫാൻ സഖ്യാ നഹുദാതു കിസ്തി ബിതു ബഹർ ബിതു സാഹിൽ ബിതു आग किसकी दस्त तू आवाज रहती है तुझे राह तू रहबर बितू रहरू बितू राह मंजिल बितू. എന്തിനാണ് പതറുന്നത്? ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രയാസങ്ങളിലോട്ട് കടന്നു ചെല്ലുമ്പോൾ ഏറ്റവും വലിയ ആത്മഹത്യ ചെയ്യുന്ന നാടായി നമ്മുടെ കേരളം മാറുകയാണ്. മനുഷ്യൻ ജീവിതം അവസാനിപ്പിക്കുകയാണ്. പ്രയാസങ്ങൾ കടന്നു വരുമ്പോ റെയിൽവേ ട്രാക്കുകളിൽ ചിതറിത്തടിക്കുന്ന മൃതദേഹങ്ങൾ, ഒരു ചാൻ കയറിൽ തൂങ്ങിയാടുന്ന മൃതദേഹങ്ങൾ. ലോകത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ദേശീയ ഭൂഖണ്ഡത്തിലാണ്. ഏഷ്യയിൽ തന്നെ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. എന്റെ സഹോദരങ്ങളെ, ആത്മഹത്യ ദിവസവും കാണുകയാണ്.
ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നവർ, എന്തിനാണ് നീ ഭയക്കുന്നത്? എന്തിനാ? പാരാവാരം പോലെ പരന്നൊടുകുന്ന കടലിന്റെ നടുവിൽ നീ ഏകനായാലും എന്തിനാണ് ഭയക്കുന്നത്? എന്തിനാ? കാംതാകെ ദിൽ തേര അന്തേസ തൂഫാൻ സക്യാ നഹുദാ തൂ കശ്തി ബി തൂ ബഹർ ബി തൂ സാഹിൽ ബി തൂ ആഹ് കിസ്കി ദസ്തു തൂ ആവാസ് രഹ്തി ഹെ തുझे राह तो रहबर भी तो रहरो भी तो मंजिल भी तो. കാന്താകതിൽ നിന്റെ ഹൃദയം പതറുന്നത് എന്തിനാണ്? എന്തിനാണ് പേടിച്ചു നീ മാറുന്നത്? എന്തിനാ? നഹുദാതു നിനക്കൊരല്ലാഹുവില്ലയോ? നഹുദാതു നിനക്ക് അല്ലാഹുവില്ലയോ? ആരുമില്ലാത്ത മരുഭൂമിയിൽ ആത്മഹത്യ മരിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ച പെണ്ണിന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് നിന്റെ അല്ലാഹുവുണ്ടല്ലോ. ഇത് ഖുർആൻ പറയുന്ന സംഭവമാണ്. ഇൻഷാ അല്ലാഹ് അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനം ചിന്തിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വമൻ ഖതല നഫ്സഹു ബിഹദീദാ വഹദീദതുഹു ഫീ യദിഹി. ആരെങ്കിലും മൂർച്ചയുള്ള ഒരായുധം കൊണ്ട് ആത്മഹത്യ ചെയ്താൽ, ആരെങ്കിലും മൂർച്ചയുള്ള ഒരായുധം കൊണ്ട് കുത്തി ആത്മഹത്യ ചെയ്താൽ നാളെ പരലോകത്തെത്തുമ്പോ ഫഹുവയതറദ്ദാ ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദാ. നാളെ പരലോകത്തെത്തുമ്പോ അതേ മൂർച്ചയുള്ള ആയുധം അവന്റെ പള്ളയിലേക്ക് അല്ലാഹു കുത്തിയിറക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. വമൻ ശരിബ സുമ്മ, ആരെങ്കിലും വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്താൽ ഫഹുവ യതഹസ്സാ ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദാ. നാളെ അതേ വിശദ്രാവകം അല്ലാഹു പരലോകത്തവന്റെ വയറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും അവൻ തറദ്ദാലാ ജബലിന്, ആരെങ്കിലും തൂങ്ങി മരിച്ചാൽ നാളെ പരലോകത്ത് നരകത്തിന്റെ അഗാഢ ഗർത്തത്തിലേക്ക് അവനെ അല്ലാഹു വലിച്ചെറിയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമ്പോ പതറരുത് സഹോദരങ്ങളെ. മാരകമായ രോഗം നമ്മെ പിടികൂടിയാൽ എന്താ? അയ്യൂബ് നബിയെ പോലെ അല്ലാഹുവിനുള്ള അടിയുറച്ച വിശ്വാസത്തിലൂടെ അവനോട് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമുക്ക് ദുഃഖമായി മാറുമ്പോ എറണാകുളം ലക്ഷോർ ഹോസ്പിറ്റലിലേക്ക് മാതാവിന്റെ പിതാവിന്റെ കൈ പിടിച്ചുകൊണ്ട് 3 വയസ്സുകാരി പൊന്നുമോള് കടന്നു വരികയാണ്. വിവാഹം കഴിഞ്ഞ് 11ാമത്തെ വർഷം കിട്ടിയ പൊന്നുമോളാണ്. കാത്തിരുന്ന് കിട്ടിയ കൈവല്യം പോലെ കൈവെള്ളയിൽ കാത്തു സൂക്ഷിച്ച കൺമണി. 3 വയസ്സുള്ള കുട്ടി ഇടുപ്പിട്ട പൊന്നുമോൾ ഉമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പല്ലുമുട്ടയേക്കാൾ വെളുപ്പുള്ള പല്ലുകൊണ്ട് ചിരിച്ചു കൂത്താടി അവള് കടന്നു വരികയാണ്. ആ പൊന്നുമോള് 11 വർഷത്തിന് കാത്തിരുന്ന് കിട്ടിയ പൊന്നുമോൾ ഒരു ദിവസം രാവിലെ പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോ പൊന്നുമോള് പൊട്ടിക്കരയാൻ തുടങ്ങി. ഉമ്മ ഓടി വന്ന് നോക്കുമ്പോൾ അവളുടെ മോണയിലൂടെ രക്തത്തുള്ളികൾ കിനിയുകയാണ്. സ്വാഭാവികമായി ബ്രഷിന്റെ ഏതെങ്കിലും ഭാഗം പൊട്ടിയിട്ട് തൊട്ടിട്ട് മോണ പൊട്ടിയതാണെന്ന് കരുതിയ ഉമ്മ മകളുടെ കരച്ചിലിന് അവസാനമില്ല. അടുത്ത ഹോസ്പിറ്റലിൽ പോയി അവസാനമില്ല. അവസാനം മോണ പഴുക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ, ഡോക്ടർമാര് പറഞ്ഞു വിദഗ്ധ പരിശോധനയ്ക്ക് എറണാകുളം ലക്ഷോറിലെത്തുക. എറണാകുളം ലക്ഷോറിലോട്ട് കടന്നു വന്ന ആ പ്രിയപ്പെട്ട പൊന്നുമോൾ, മാതാപിതാക്കളുടെ കൈപിടിച്ച് കടന്നു വന്ന പൊന്നുമോൾ വിദഗ്ധ പരിശോധന നടത്തിയിട്ട് ഡോക്ടർമാര് പറയുന്നു പൊന്നുമോൾക്ക് മോണയിൽ ക്യാൻസർ ആണത്രേ. പൊന്നുമോൾക്ക് മോണയിൽ ക്യാൻസർ ആണത്രേ. വിവാഹം കഴിഞ്ഞ് 11 വർഷം കാത്തിരുന്ന കിട്ടിയ പൊന്നുമോൾക്ക് ക്യാൻസർ ആണെന്നറിഞ്ഞപ്പോ അവളുടെ ഉമ്മ അതേ സ്പോട്ടില് ബോധം കെട്ട് താഴോട്ട് വീണു. എന്ത് ചെയ്യണമെന്നറിയാതെ ബോധം കെട്ട് താഴെ വീണ ഭാര്യയെ തന്റെ വലത് കൈ കൊണ്ട് താങ്ങിയെടുത്ത് ഇടത്തെ കൈയുടെ വിരലിൽ തന്റെ പൊന്നുമോളുടെ വിരലുകളും കൂട്ടിപ്പിടിച്ച് നടന്നിറങ്ങിയ ആ ചെറുപ്പക്കാരന് എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു കൈയിൽ ബോധരഹിതയായി കിടക്കുന്ന പൊലമ്പുന്ന പൊട്ടിക്കരയുന്ന ഭാര്യ, ഇടത്തെ കൈയിലൊന്നും അറിയാതെ വാപ്പയെ നോക്കിയിട്ട് പൊട്ടിച്ചിരിക്കുന്ന പൊന്നുമോൾ. ആ പൊന്നുമോൾക്കറിയില്ല താൻ മരണത്തിലേക്ക് നടക്കുകയാണെന്ന്, താൻ മാരകമായ അർബുദത്തിന്റെ അടിമയാണെന്ന്. ഒന്നും അറിയാതെ നിഷ്കളങ്കമായി പൊട്ടിച്ചിരിയുന്ന പൊന്നുമോൾ എന്തോ തീരുമാനിച്ചതുപോലെ ആ ചെറുപ്പക്കാരൻ ആശുപത്രിയുടെ റൂമിൽ കയറി വാതിലടച്ചു. രാവിലെ നഴ്സുമാര് വന്ന് തട്ടി തുറക്കുമ്പോൾ തുറക്കുന്നില്ല. താക്കോൽ പടിതിലൂടെ നോക്കുമ്പോൾ ആശുപത്രി കിടക്കയിൽ കമിഴ്ന്ന് കിടക്കുന്ന 3 മൃതദേഹങ്ങളാണ്. കമിഴ്ന്ന് കിടക്കുന്ന 3 മൃതദേഹങ്ങളാണ്. ചവിട്ടിപ്പൊളിച്ചകത്തോട്ട് കിടക്കുമ്പോ കമിഴ്ന്ന് കിടക്കുന്ന ആ ചെറിയ ആശുപത്രി കിടക്കയിൽ ജീവിതത്തിൽ എന്ന പോലെ വലത്
വലത് ഭാഗത്ത് പിതാവ്, ഇടത് ഭാഗത്തുമ്മ. നടുക്ക് തന്റെ വലത്തെ കൈകൾ കൊണ്ട് തരിവളയിട്ട വലത്തെ കൈകൾ കൊണ്ട് ഉമ്മയെ കെട്ടിപ്പിടിച്ച് ഇടത്തെ കൈകൾ കൊണ്ട് പിതാവിന്റെ മുതുകിലേക്ക് തന്റെ കൈയെടുത്ത് വെച്ച് കമിഴ്ന്ന് കിടക്കുന്ന 3 വയസ്സുകാരി പൊന്നുമോൾ. തൊട്ടടുത്തൊരു ഒഴിഞ്ഞ കീടനാശിനിയുടെ കുപ്പി, അതിന്റെ താഴ്ഭാഗത്തൊരു വെള്ളക്കടലാസിൽ ചിതറിത്തെറിച്ച അക്ഷരങ്ങൾ കാണാം. ഞങ്ങളുടെ പൊന്നുമോളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് എന്തിന്? അവളുടെ ചിരി കാണാത്ത ഇനി ഒരു ജീവിതം ഞങ്ങൾക്ക് കാണില്ല. അതുകൊണ്ട് നിങ്ങളാരും ഞങ്ങളെ കുറ്റപ്പെടുത്തരുതേ. അവള് പോകുന്നിടത്തോട്ട് ഞങ്ങളും പോയി കൊള്ളട്ടെയോ? അവളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് എന്തിന്? അവള് പോകുന്നിടത്തേക്ക് ഞങ്ങളും പോയി കൊള്ളട്ടെയോ എന്ന് പറഞ്ഞ് കീടനാശിനിയിലെ വിശക്കുപ്പിയിലെ ദ്രാവകം മകളുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആത്മഹത്യ ചെയ്ത മാതാപിതാക്കൾ. ആ രംഗം വളരെ ഹൃദയഭേദകമാണ്. സാധാരണ ഉമ്മ വാപൊളിക്കാൻ പറയുന്നത് അമ്മിഞ്ഞപ്പാല് തരാനാണ്. അന്ന് ആ കുഞ്ഞ് വാപൊളിച്ചിട്ടുണ്ടാവില്ലേ? തന്റെ ഉമ്മതനെ കമ്മിഞ്ഞപ്പാല് തരാനാണെന്ന്. അമ്മിഞ്ഞപ്പാല് കൊടുത്ത അതേ കവിളിലേക്ക് ഉമ്മ അങ്ങൊടിച്ചു കൊടുത്തത് കീടനാശിനിയാണ്. സ്വന്തം മകള് പിടഞ്ഞു പിടഞ്ഞു മരിക്കുമ്പോ അതേ കീടനാശിനി കടിച്ച് ആത്മഹത്യ ചെയ്തു പോയ മാതാപിതാക്കൾ. സബേഹം 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 ഇങ്ങനെ കരയാൻ മാത്രം അല്ലാഹുവേ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഇങ്ങനെ പരീക്ഷിക്കപ്പെടാൻ മാത്രം എന്ത് അപരാധമാണ് തമ്പുരാനെ ഞങ്ങൾ ചെയ്തത്? സഹോദരങ്ങളെ, ജീവിതം ദുഃഖമാണ്. ജീവിതം ദുഃഖിക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് തോന്നിപ്പോകുന്നത് പോലെ, ആരോ പറഞ്ഞതുപോലെ അറബിക്കടലിന്റെ ജലത്തുള്ളിയല്ല കൂടുതൽ, മനുഷ്യന്റെ കണ്ണിലൂടെ ഒഴുകി ഒലിക്കുന്ന കണ്ണുനീരാണ് കൂടുതൽ. കണ്ണുനീരാണ് അളന്നു നോക്കിയാൽ കൂടുതൽ. ജീവിതം ദുഃഖമാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചതേ ദുഃഖമാണ്, ദുഃഖമാണ്. അല്ലാഹു നമ്മുടെ ദുഃഖങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ ദുഃഖങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ. എന്റെ സഹോദരങ്ങളെ, ദുഃഖങ്ങളില്ലാത്തവരാരുമില്ല. ഞാൻ ആത്മഹത്യയുടെ മുനമ്പിലെത്തിയിട്ട് അതിർന്ന് ചിരിച്ചു വന്ന ഒരു പെണ്ണിന്റെ കഥ പറയുന്നതിന് മുമ്പ് 100 കണക്കിന് 1000കണക്കിന് ആളുകൾ ഒരു പാരാവാരം പോലെ തടിച്ചുകൂടിയ നീണ്ട 2.5 മണിക്കൂറുകളായി ഒരു സൂചിയിട്ടാൽ കേൾക്കുന്ന നിശബ്ദതയിൽ കണ്ണുമുഖത്ത് നിന്ന് പറിക്കാതെ കേട്ട് നിന്ന എന്റെ പ്രിയപ്പെട്ട ചുറ്റുമൂലയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിന്റെ ഹൃദയത്തിൽ വിരൽ തൊട്ടിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ സദസ്സിൽ, അള്ളാഹുവിന്റെ വിശുദ്ധമായ സദസ്സിൽ അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ ദുഃഖങ്ങൾ മാറണോ? നിങ്ങളുടെ പ്രയാസങ്ങൾ മാറണോ? അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. അയ്യൂബ് നബിയെ പോലെ അള്ളാഹുവേ 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 തമ്പുരാനെ എന്ന് അള്ളാഹുവിനോട് പറയാൻ കഴിഞ്ഞാൽ സത്താർ ഗഫാർ വഹീഹേ ബന്ദോം ക ഗംഖാർ വഹീഹേ സത്താർ ഗഫാർ വഹീഹേ ബന്ദോം ക ഗംഖാർ വഹീഹേ. അടിമകളുടെ ദുഃഖം അറിയുന്ന തമ്പുരാൻ അവൻ മാത്രമാണ്. അൽഹംദുലില്ലാഹ്, ഈ സദസ്സിനൊരു ലക്ഷ്യമുണ്ട്. എല്ലാവരും ഞാൻ ചോദിക്കുന്നത് ഇതുകൂടി പറഞ്ഞ് അവസാനം 10 സലാത്ത് ചൊല്ലി കാര്യമായി ദുആ ചെയ്തിട്ട് നമുക്ക് പിരിയാം. പക്ഷേ ഈ സദസ്സിൽ കുറച്ച് സുമനസ്സുകൾ ഉണ്ടാകണം. മനസ്സിൽ തക്കവയുള്ള അള്ളാഹിനെ കുറിച്ച് ബോധമുള്ളവരുണ്ടാകണം. ഈ സംഘാടകർ ഒരു നിർധനയായ യുവതിയെ കണ്ടെത്തിയിട്ടുണ്ട്. അവളുടെ വിവാഹത്തിന് വേണ്ടി ഒരൽപ്പം ധനസഹായം നമുക്ക് കൊടുക്കണം. ഇത്രയും നേരം 2 മണിക്കൂർ ഞാൻ അള്ളാഹിന്റെ ഖുർആൻ മാത്രം പറഞ്ഞ സദസ്സാണിത്. എല്ലാ സദസ്സിലും ഈ വിനീതം ചോദിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 6666 ആയത്തുകളുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഫീഹി ശിഫാഉൽ ലിന്നാസ്.